നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ഏകദേശം 33-34 അധികം വരുന്ന ദൈവഭക്തന്മാരുടെ അബ്രഹാം തുടങ്ങിയുള്ള ചരിത്രം ആരംഭിച്ച് അവൻ പുതിയ നിയമത്തിലെ ആരംഭത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുത്തു പറയുന്ന അധ്യായമാണ് 11-ാം അധ്യായം. അപ്പോൾ തന്നെ 12-ാം അധ്യായം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അവൻ ഭാരവും പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് അവൻ എബ്രായ ലേഖന കർത്താവ് പറയുന്നു. 11-ാം അധ്യായത്തിനകത്ത് അനവധി വിശ്വാസ വീരന്മാരുടെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന, നമുക്കറിയാം നമ്മുടെ ആദിമ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെയാണെങ്കിൽ ആമേൻ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന വിശ്വാസ ആമേൻ പിതാക്കന്മാരുടെ 3 പേരുകൾ ദൈവം പഴയ നിയമത്തിൽ ഇറങ്ങി വന്നിടത്തെല്ലാം ആമേൻ ഈ 3 പേരുകളിലാണ് ഇറങ്ങി വന്നത്. പുതിയ നിയമത്തിൽ തന്നെ പഴയ നിയമത്തിൽ മോശയുടെ അടുക്കൽ വരുമ്പോൾ ദൈവം പറയുന്നു, എടാ മോശെ, ഞാൻ ആരാന്നറിയാമോ? ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ ദൈവമെടുത്ത 3 വ്യക്തിത്വങ്ങൾ ഈ പിതാക്കന്മാരായിരുന്നു. കുറച്ചുകൂടി പുതിയ നിയമ സത്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നോ അവൻ യേശു കർത്താവ് പറയുന്നില്ല. പകരം അവൻ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയിട്ട് അവൻ കാട്ടത്തി മണ്ടേ കയറിയ സക്കായി വിളിച്ച് താഴെ ഇറക്കിയിട്ട് യേശു പറയുന്ന 2 വാക്യങ്ങൾ, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടിടത്തും പറയുന്ന ഒരേ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവരും അബ്രഹാമിൻ്റെ സന്തതി ആകയാൽ, ഇവരും അബ്രഹാമിൻ്റെ മകളാകയാൽ ഇവളുടെ ബന്ധനം അഴിക്കേണ്ടതല്ലയോ? ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഈ കുടുംബത്തിന് രക്ഷ വരുത്തേണ്ടതല്ലയോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ വന്നപ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് പറഞ്ഞില്ല? ഇതിൻ്റെ 3ൻ്റെയും പൂർത്തീകരണത്തിൽ പഴയ നിയമത്തിൽ അവർ വിളിച്ചിറക്കിയ സർവശക്തനായ ദൈവം, യാകുന്ന ദൈവം, അഡോണയായ ദൈവം, യാകുന്ന ദൈവം അവൻ ജഡവതാരമെടുത്ത് ദേഹരൂപത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത് കൊണ്ട് അവൻ ഈ 3 പേരുകൾ പറഞ്ഞില്ല. അവൻ തന്നെ വെളിപ്പെടുത്തിയിട്ട് പറയുന്നു, അബ്രഹാമിൻ്റെ സന്തതികൾക്ക് വിടുതൽ ആവശ്യമാണല്ലോ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഇനി പറഞ്ഞു വരാം, നമ്മുടെ വിഷയം അതല്ല. ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ 21-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവം പറയുന്നത്, യാക്കോബ് തൻ്റെ മരണസമയത്ത് വടിയിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ ജോസഫിൻ്റെ 2 മക്കളെ അനുഗ്രഹിച്ചു. ദൈവമക്കളെ, കഴിഞ്ഞ ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസം കോട്ടയത്തിൽ നിന്ന് കടന്നു വന്ന മോൻസി പാസ് ഇവിടെ വൈകിട്ടത്തെ സെക്ഷനിൽ വടിയെക്കുറിച്ച് പ്രസംഗിച്ചു. ഞാനും ഇന്ന് വടിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന, നിങ്ങൾ വടി പോലെ ഇരിക്കരുത്, സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ചിലത് പ്രസംഗിക്കുന്നത് അതുപോലെ ആകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മെസ്സേജ് വടിയാണെങ്കിലും നിങ്ങൾ വടി പോലെ ഇരിക്കരുത്. നിങ്ങൾ സ്തോത്രത്തോടെ ജാഗരിച്ചുകൊണ്ടിരിക്കണം. നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ പഴയ നിയമത്തിലെ വടി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് വളരെ ആഴമാണല്ലേ. മോശ ഇവിടെ വടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ എല്ലാവരുടെയും കയ്യിൽ തന്നെ വടിയുണ്ട് അല്ലേ. ഏലിയാവിൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏലിയാവിൻ്റെ കയ്യിലെ വടി? ഏലിയാവിൻ്റെ കയ്യിൽ എന്നും ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി പ്രയോജനപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? സുനേങ്കാരത്തിയുടെ മകൻ മരണശയ്യയിലായിരിക്കുമ്പോൾ ഗേഹസിയെ വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ ശിഷ്യനായ ഗേഹസിയെ, അങ്ങ് പോയിട്ട് ഈ വടി മരിച്ച കുഞ്ഞിൻ്റെ മേൽ കൊണ്ടുപോയി വെക്കണം, അപ്പോൾ അവൻ എഴുന്നേറ്റ് കൊള്ളും. ഗേഹസി വന്നിട്ട് ആമൻ പ്രവാചകന്റെ കയ്യിലെ വടി വാങ്ങിച്ചു കൊണ്ടുവന്ന് മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ മേൽ വെച്ചു. വടി വെച്ചിട്ടും കുഞ്ഞനങ്ങിയില്ലേ. കുഞ്ഞ് വടി പോലെ അങ്ങ് കിടന്നു. നേരെ ചെന്ന് പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ പ്രവാചകനെ, വടി വെച്ചിട്ടും കുച്ചൻ എഴുന്നേറ്റില്ല. അങ്ങനെ വടി മാറ്റി വെച്ചിട്ട് ഏലിയാവ് വന്നിട്ട് മാളികമുറി കിടക്കുന്ന ആ കട്ടിലെ കിടക്കുന്ന കുഞ്ഞിൻ്റെ മണ്ടയിലോട്ട് കയറി കിടന്നു. തൻ്റെ വായ കുഞ്ഞിൻ്റെ വായുടെ നേരും, തൻ്റെ കരങ്ങൾ കുഞ്ഞിൻ്റെ കൈയുടെ മേലും, തൻ്റെ ഹൃദയം കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ നേരം വെച്ചു. അങ്ങനെ 1 പ്രാവശ്യം കിടന്നു, കുഞ്ഞിന് അനക്കമില്ല. 2-ാം പ്രാവശ്യം കിടന്നു, അനക്കമില്ല. 3-ാം പ്രാവശ്യം കിടന്നിട്ടും എഴുന്നേറ്റപ്പോൾ കുഞ്ഞിൻ്റെ മേൽ ജീവൻ മടങ്ങി വന്നു. ഇതൊരു പ്രാർത്ഥനയുടെ നിദാനമാണ്. ഇന്നലകളിൽ മറുപടി ഇല്ലാന്ന് കരുതി നീ നിരാശപ്പെടേണ്ട കേട്ടോ. ഈ 14-ാമത്തെ ദിവസം മറുപടിയുടെ കരമായി
വെളിപ്പെട്ടു വരുന്ന ഒരു അദൃശ്യ സാന്നിധ്യം ഇന്ന് ഇതിന് നടുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങളുണ്ട്? അവർ കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആരും ഭാരപ്പെടണ്ട. മരിച്ചു മൺമറഞ്ഞ ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ജീവനോടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളെ, അടുത്തിരിക്കുന്ന വ്യക്തിയുടെ തോളത്ത് തട്ടിയിട്ട് ഒന്ന് ആത്മാവി പ്രവചിച്ചോണ്ട് പറ, നിന്റെ ഒരു പ്രാർത്ഥന പോലും അസാധ്യമായി പോകത്തില്ല, അസാധ വോട്ട് പോലെ പോകത്തില്ല, മറുപടിയുമായി വരുന്നുണ്ട്. ഈ പകൽ ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച മറുപടി ഒരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. മറുപടി തരുന്ന ഒരു ദൂതൻ, വിടുതൽ തരുന്ന ഒരു ദൂതൻ, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി തരാൻ ഇന്ന് പകൽ ഡെലിവറൻസ് ചർച്ചിനകത്ത് ഒരു ദൂത സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ആമൻ. സക്കറിയാവ് ആലയത്തിൽ ധൂപം കാട്ടം കയറിയപ്പോൾ ധൂപം കാട്ടുന്നതിന് വലത്തുഭാഗത്തോ ദൈവത്തിന്റെ മാലാഖമാർ ഇറങ്ങി, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ആമൻ. മത്തലക്കാരി മറിയവിടെ അടുത്തോ കല്ലറയുടെ വാതിക്കലോ ഇറങ്ങി വന്ന ദൂതനെ പോലെ ഇന്ന് പകൽ ആത്മാവെന്നോട് പറയുന്നു, ചില കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, ചില വ്യക്തികളുടെ വിടുതലിന് വേണ്ടി ഈ 14-ാമത്തെ ദിവസം ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ഓ റിബാന സന്ധരാധലാന. ആത്മാവിൽ ആരാധിക്കേണ്ടവർ ആരാധിച്ചു. ഇത് സഭായോഗമായിട്ട് കാണല്ലേ. ഉപവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ പകലാണ്. ഒരു ജീവന്റെ ശക്തി വ്യാപരിക്കുന്നു, ഒരു കൃപയുടെ ശക്തി വ്യാപരിക്കുന്നു. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചോ മറന്നുപോയ വിഷയ നീ മറന്നുപോയെങ്കിലോ പ്രാർത്ഥന കേട്ട ദൈവം മറന്നിട്ടില്ലെന്നേ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തോടൊന്ന് പ്രതികരിച്ച് എന്നിട്ട് പറ, ഞാൻ മറന്നുപോയി, ആ വിഷയം ഞാൻ വിട്ടുപോയി, പക്ഷെ എന്റെ ദൈവം ആ വിഷയം വിട്ടിട്ടില്ല. എന്റെ ദൈവം ആ വിഷയം മറന്നിട്ടില്ല. ആരോടാന്ന് എനിക്കറിയത്തില്ല. ഞാൻ വ്യക്തികളെ കാണിക്കുന്നെങ്കിൽ വ്യക്തികളെ നേരെ വരെ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയാം. ആളുകളെ വ്യക്തമായിട്ട് എനിക്ക് കാണിക്കാത്തത് കൊണ്ടും ആ ദൂത് കോമൺ ആയിട്ട് പറയുന്നത് കൊണ്ട് എന്നോടല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിൽ വിടുതലാണ്. നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ മറന്നുപോയില്ല കുഞ്ഞെ. അത് മറന്നത് നീയാണെങ്കിലും മറവില്ലാത്ത ദൈവം ആ വിഷയം മറന്നിട്ടില്ല. ഒരിക്കൽ നീ പ്രാർത്ഥിച്ചില്ലേ, കുടുംബമായി പ്രാർത്ഥിച്ചില്ലേ, കുലമായി പ്രാർത്ഥിച്ചില്ലേ, സഭയായി പ്രാർത്ഥിച്ചില്ലേ? ആത്മാവെന്നോട് പറയുന്നു, 2023 അവസാന നിമിഷത്തിലേക്ക് ദൈവസഭ വന്നു നിൽക്കുമ്പോൾ പരിശുദ്ധന പറയുന്നു, ഞാൻ മറക്കുന്നവനല്ല, എനിക്ക് മറവിയില്ല. പ്രതികരിക്കുന്നെങ്കിൽ എഴുന്നേറ്റൊന്ന് സ്തോത്രം ചെയ്യാമോ? കാലമടിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ മറന്നാലും എന്റെ ദൈവം മറക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ദൈവം എഴുന്നേറ്റിരിക്കുകയോ. 14-ാമത്തെ ദിവസം എന്റെ ദൈവം എഴുന്നേറ്റിരിക്കുന്നു. പിടിക്കേണ്ടവർ പിടിച്ചോ. ചില യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ചില യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവരുടെ ഭവനത്തിന്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഒന്നും ദൈവം മറന്നിട്ടില്ല. ഇന്ന് പകൽ മറുപടി തരുന്നൊരു ദൈവം. സ്വത്രം. പണ്ടൊരിക്കൽ ഒരു പാട്ടുകാരൻ, ഒരു ഭക്തൻ പാടിയ പാട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നു. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്തൊരു കണ്ണ് എനിക്ക് സ്വർഗത്തിലുണ്ട്. അറിയല്ലേ? അവൻ ആ പാട്ടിങ്ങനെയാണ്, പഴയ പാട്ടാണ് കേട്ടോ. അന്ധകാരത്താൽ എല്ലാം കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണേനി കൊന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണനി കൊന്നുണ്ട് സ്വർഗത്തിൽ. എന്ന് പറഞ്ഞേ, അന്ധകാരത്ത ഓ മങ്ങിടാത്ത കണ്ണനി കൊന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണേനി കൊന്നുണ്ട് സ്വർഗത്തിൽ. ഒരു നല്ല ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. മെൽബിനെ കുറച്ച് ദിവസത്തേക്ക് ആമേൻ ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്.
അവന് ക്യാബിനകത്ത് വരുമ്പോൾ പെട്ടെന്ന് സംഭവം കിട്ടും. അത് സ്വതന്ത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. ഓക്കെ അപ്പം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. വടി കൊണ്ടുപോയി വെച്ചു, കൊച്ചെഴുന്നേറ്റില്ല. പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന വിഷയത്തോട് നിങ്ങൾ ഇഴുകിച്ചേരുമ്പോൾ മരിച്ചതാണേലും അത് പുറത്തു വരും. മരിച്ചതാണേലും അത് പുറത്തു വരും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഒരധികാരം ദൈവം എൻ്റെ മേൽ കൽപ്പിക്കുന്നു, ഒരഥോറിറ്റി ദൈവം എന്നെ കൽപ്പിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, മുടങ്ങിക്കിടക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങൾ, മുടങ്ങിപ്പോയ ചില പ്രാർത്ഥനയുടെ മറുപടികൾ, തടസ്സമായെന്ന് പറഞ്ഞ ചിലത്, ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് നിന്റെ കരങ്ങളിൽ വരാൻ പോകുന്നു. ആമേൻ പറയേണ്ടവർ ആമേൻ പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷിക്തന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളോട് ഇന്നത്തെ ദൂത്, അത് വരില്ല എന്ന് നീ വിധി എഴുതിയത് മതി. അത് വരുമെന്ന് പറ, അത് നിശ്ചയമെന്ന് പറ, ഞാൻ പ്രാപിക്കുമെന്ന് പറ, ഞാനത് എന്റെ കയ്യിൽ വരുമെന്ന് പറ, ഞാനത് ഏറ്റെടുക്കുമെന്ന് പറ. എന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരു കോർട്ട് കാണിക്കുന്നു, ഒരു കോടതി കാണിക്കുന്നു. ആ കോടതി എന്ന ദൈവം കാണിക്കുന്നു, ആ കോടതിയുടെ അന്തരീക്ഷം ദൈവം കാണിക്കുന്നു. അവൻ കുറെ പേപ്പറുകൾ കെട്ടിവെച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി ചില പേപ്പർ കെട്ടുകൾ ദൈവം പൊട്ടിക്കും. അതാണ് ആരോന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷെ ലൈവിലൂടെ കാണുന്നവരായിരിക്കാം, ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്നവരായിരിക്കാം. അധികാര കുരുക്കിൽ പെട്ടുപോയ ചില കെട്ടുകൾ ദൈവം ഇന്ന് പകൽ പൊട്ടിക്കും. ഈ 14-ാം ദിവസം പൊട്ടിക്കും. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ദൂതൻ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. താങ്ക് യു ജീസസ് നെയ്മ്. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമക്കളെ, ഞാൻ വേഗത്തിൽ തിരിച്ചു വരട്ടെ. ആമേൻ. മോശയുടെ വടിയുണ്ട്, ഏലിയാവിൻ്റെ വടിയുണ്ട്. ദാണ്ടിവിടെ ഒരു കാര്യം കാണുന്നു. ആമേൻ, സ്തോത്രം. യാക്കോബ് എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യനുണ്ടല്ലോ, ജോസഫിൻ്റെ മക്കളെ മിസ്രയീമിൽ വെച്ച് അനുഗ്രഹിക്കുന്നത് തൻ്റെ വടിയിൽ ചാരിക്കൊണ്ടാണ്, തൻ്റെ വടിയിൽ ചാരിക്കൊണ്ടാണ്. ഞാനിങ്ങനെ പറയുക, ഒരു വടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. തൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയിൽ അറ്റത്ത് ചാരി കൊണ്ട്, ആ വടിയുടെ അറ്റത്ത്, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വടിയുടെ നടുവിൽ ചാരിക്കൊണ്ടല്ല, വടിയുടെ അറ്റത്ത് ചാരി എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും മേലെ അറ്റത്ത് ചാരിക്കൊണ്ട് നിന്ന് യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ യാക്കോബ് ചാരി നിന്ന് അനുഗ്രഹിച്ച ഈ വടി ഏതാണ്? പാമ്പിനെ തല്ലിക്കൊല്ലാൻ, പട്ടിയെ തല്ലിക്കൊല്ലാൻ വേണ്ടി എടുത്തൊരു വടിയല്ല ഈ വടി. ഈ വടിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് അംശവടിയല്ല, ഇത് പാരമ്പര്യമായി നമ്മുടെ മേൽ വന്നു വീണൊരു വടിയല്ല. ഈ വടി എന്താണെന്ന് നിങ്ങൾ അറിയണം. ആമൻ. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ വലിയ വലിയ കുടുംബത്തിലെ ലീഡേഴ്സായി നിൽക്കുന്ന, തലവന്മാരായി നിൽക്കുന്ന അവരുടെ കയ്യിൽ ആമൻ അവരുടെ പാരമ്പര്യമായി വന്നു വീഴുന്ന ഒരു വടിയുണ്ട്, കയ്യിൽ മാറി വരുന്ന ഒരു വടിയുണ്ട്. എന്തിനാ ഈ വടി എന്നറിയണ്ടേ? ഈ വടിക്ക് ഏകദേശം 8 അടി ഹൈറ്റ് കാണും. 8 അടി ഹൈറ്റ്. ഈ വടി ആമൻ മറ്റു ഒരു മരത്തിൻ്റെയും വടിയല്ല, ബദാം കൊമ്പാണ്. ബദാം കൊമ്പിൽ വെട്ടിയെടുത്ത 8 അടി ഹൈറ്റുള്ള ഒരു വടി, 8 അടി നീളം കാണും ആ വടിക്ക്. എന്തിനാണ് ഈ വടി അവർ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഇന്ന് നമുക്കെല്ലാവർക്കും ഡോക്യുമെന്റ് നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? 5 സെന്റോ 4 സെന്റോ 2 സെന്റോ 16 സെന്റോ 1 ഏക്കറോ ആകട്ടെ, ആ സ്ഥലത്തിൻ്റെ എല്ലാം ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അലമാരിക്കകത്ത് അതിൻ്റെ ആധാരങ്ങളുണ്ട്. ഒരു വണ്ടി മേടിച്ചാൽ അതിൻ്റെ RC ബുക്ക് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അന്ന് അതൊന്നുമില്ല. എനിക്കുള്ള വസ്തുക്കളുടെ എല്ലാ വിവരണവും എഴുതി വെക്കാൻ അവരുപയോഗിച്ച വടിയെന്ന് പറയുന്നത് 8 അടി ഉയരമുള്ള ബദാം കൊമ്പിൽ നിന്നും വെട്ടിയെടുത്ത ഈ അധികാരത്തിൻ്റെ വടിയാണ്. ഈ വടി അവരെടുത്ത് ഇതിൻ്റെ തോൽ ഉരിഞ്ഞു കളഞ്ഞ് ഇതിൻ്റെ അറ്റം മുതൽ അവൻ ചില പ്രവചന ശബ്ദങ്ങൾ എഴുതി വെക്കും. എന്താണ് എഴുതി വെക്കുന്നത്? എന്നോടുള്ള ദൈവത്തിൻ്റെ നിയമങ്ങൾ ആ വടിക്കകത്ത് എഴുതി വെക്കും. എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ആ വടിക്കകത്ത് എഴുതി വെക്കും. എനിക്ക് ഈ വടി കൈമാറിയ പിതാക്കന്മാർ അവൻ തന്നിൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ച ചില വാഗ്ദത്ത വചനങ്ങൾ ഈ വടിക്കകത്ത് എഴുതി വെക്കും. എന്തിന്? എൻ്റെ അപ്പൻ എവിടെയൊക്കെ സ്ഥലമുണ്ടെന്നും അപ്പൻ എവിടെയൊക്കെ നന്മയുണ്ടെന്നും എനിക്കറിയത്തില്ല. എന്നാൽ കൈമാറി കിട്ടിയ ഈ വടിക്കകത്ത് എൻ്റെ അപ്പൻ എവിടെയൊക്കെ നന്മയുണ്ടെന്ന് തിരിച്ചറിയാൻ പിതാക്കന്മാർ കൈമാറുന്ന വടിയാണ് യാക്കോബിൻ്റെ കയ്യിലിരിക്കുന്ന വടി. ഒരു സ്വതന്ത്രം പറഞ്ഞേ ഇല്ല. ഇന്ന് ഈ ദൂത പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ചില വിടുതലുകൾ ഇവിടെ സംഭവിച്ചിരിക്കും.
ഞാൻ അതുപോലൊരു സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, ഈ വടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ മോനെ, എൻ്റെ അപ്പൻ എന്തൊക്കെ എവിടെയൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു, എൻ്റെ അപ്പൻ എവിടെയെല്ലാം നന്മ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഡോക്യുമെൻ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ വടിയിലാണ്. അതുകൊണ്ട് ഈ വടി ഒരിക്കലും ഇവർ കൈമാറാത്തത്. ഇനി അപ്പൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഈ വടി കൈമാറുന്നതിന് മുമ്പ് ആ പിതാക്കന്മാർ ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അതുകൂടി കേട്ടേക്കണം. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇടത് കൈയിൽ വടി കൈ പിടിച്ചിട്ട് അവൻ വലത് കൈ കൊണ്ട് വീട്ടിലെ മൂത്ത മകനെ അങ്ങ് അനുഗ്രഹിക്കും. ആരെ അനുഗ്രഹിക്കും? മൂത്ത മകനെ, ആദ്യജാതനെ അങ്ങ് അനുഗ്രഹിക്കും. ഇടത് കൈയിൽ വടി പിടിച്ച് വലത് കൈ കൊണ്ട് അവനെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചിട്ട് ജ്യേഷ്ഠാവകാശത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ഇവൻ്റെ മേൽ പകർന്നിട്ട് അപ്പൻ പറയും, മോനെ, എനിക്കുള്ള സകല വസ്തുക്കളുടെയും നന്മകൾ അവൻ എവിടെ എന്തെല്ലാം ദൈവം എന്നോട് പറഞ്ഞത്, നിന്റെ അമ്മയോട് പറഞ്ഞത്, പ്രമാണത്തിൽ പറഞ്ഞത് എല്ലാം ഈ വടിക്കകത്തുണ്ട്, നീ ഇത് സൂക്ഷിച്ചോ. അങ്ങനെ മകന് അപ്പൻ ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് അനുഗ്രഹിച്ചിട്ട് ഇടത് കൈകൊണ്ട് ഈ കയ്യിലെ വടി അപ്പൻ മകന് കൈമാറും. മകൻ്റെ പരിപാടി എന്നാണെന്നറിയാമോ? ഈ വടി കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് അവൻ അതിൻ്റെ അറ്റം മുതൽ സൂക്ഷ്മമായി പഠിക്കാൻ തുടങ്ങും. എൻ്റെ അപ്പൻ എവിടെയൊക്കെ സ്ഥലമുണ്ട്, അപ്പൻ എവിടെയൊക്കെയാണ് വീടുള്ളത്, അപ്പൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു, അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഈ വടിയുടെ കീഴിലാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അങ്ങനെ അബ്രഹാം പിതാവ് മകനിലേക്കൊരു വടി കൈമാറി. ആരാ മകൻ എന്ന് പറയുന്നത്? ഇസഹാക്കാണ് മകൻ. മകൻ്റെ കയ്യിൽ അവൻ അപ്പനായ അബ്രഹാമിൻ്റെ വടി കിട്ടി. എന്തിനാ ഈ വടി കൊടുത്തെന്നറിയാമോ? മോറിയയുടെ മലയിൽ നിന്നും യാഗം കഴിഞ്ഞ് ഇറങ്ങുന്ന യാമൻ ഇസഹാക്കും അബ്രഹാമും ഇറങ്ങി വരുമ്പോൾ രണ്ടുപേരും രണ്ടിടത്തോട്ടാണ് പോയത്. എന്ന് വെച്ചാൽ അബ്രഹാം ബേർശേബയിൽ ദാസന്മാരുടെ കൂടെ പോയി. എന്നാൽ മകനായി ഇസഹാക്കാകട്ടെ മൽക്കീസദേക്ക് എന്ന് പറയുന്ന അന്നത്തെ മതപണ്ഡിതനായ പുരോഹിതനായ ആ പുരോഹിതനെ വിട്ട് തിരുവചനം പഠിക്കാൻ ഗ്രന്ഥശാലയിലേക്ക് പോയി. പിന്നെ കാണുന്നത് സാറായുടെ മരണശേഷമാണ്. ഇത് സാറായുടെ മരണശേഷം ഇസഹാക്കിൻ്റെ കയ്യിൽ വടി കിട്ടി. സൂക്ഷ്മമായി പഠിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പൻ എവിടെയൊക്കെ സമ്പത്തുണ്ട്, എവിടെയൊക്കെ നന്മയുണ്ട്. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഇസഹാക്കിൻ്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു. ആ വടിക്കകത്ത് എഴുതിയിട്ടുണ്ട്, ഗരാരിൽ ഞാൻ കുറെ കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. വടിക്കകത്ത് എഴുതി വെച്ചിരിക്കുക, ഗരാരിൽ ഞാൻ കുറെ കിണർ കുഴിച്ചായിരുന്നു. വടിയിലെഴുതിയ വാക്ക് വായിച്ചും കൊണ്ട് ഇസഹാക്ക് നേരെ ഗരാരി ചെന്നപ്പോ ആ കിണർ നിന്നിടത്തെല്ലാം പയർ നട്ടേക്കുക. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കിണർ നിന്നിടത്തെല്ലാം ചീര നട്ടേക്കുക. അവൻ വടിക്കകത്തെ ആ എഴുത്ത് സൂക്ഷ്മമായി പഠിച്ചിട്ട് അവൻ ഇസഹാക്ക് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ കിണറാണ് ഇവിടെ കിടക്കുന്നത്, അതിനും നിയമം എഴുതി വെച്ചിരിക്കുക. അത് പിടിച്ചു വെച്ച ഫെലിസ്ത്യനെ ഞാൻ രണ്ടാമത് കുടിക്കാൻ പോകുക. ചില നിയമങ്ങളും ഉപദേശങ്ങളും വാഗ്ദത്തങ്ങളും കിട്ടിയ ദൈവ പൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിക്കേണ്ട ചില നന്മകൾ, നീ ഏറ്റെടുക്കേണ്ട ചില നന്മകൾ, നീ പ്രാപിക്കേണ്ട ചില നന്മകൾ പിശാച് മണ്ണിട്ട് മൂടിയെങ്കിൽ 14-ാമത്തെ ദിവസം എത്ര പേർ അഭിഷേകത്തോടെ എഴുന്നേക്കോ, എത്ര പേർ ശക്തിയോടെ എഴുന്നേക്കോ. ആരാധിക്കേണ്ടവർ തീയോടെ ആരാധിക്കുന്നവർ ആത്മാവിന്റെ ശക്തിയോടെ ആരാധിക്ക്. കരമടിക്കണോ? ശക്തിയോടെ അടിക്കണോ? അന്യഭാഷ പറയണമോ? ശക്തമായി അന്യഭാഷ പറയണോ? ഒരു ആത്മാവിന്റെ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ആരും കാണികളായി നിൽക്കരുത്. കാഴ്ചക്കാരെ വേണ്ട, പ്രാപിക്കുന്നവരെ മതി. ഇവിടെ വേണ്ടത് കാഴ്ചക്കാരെയല്ല, ഇവിടെ പ്രാപിക്കുന്നവർ മതി. ഹോ 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 ഉടാനബാധ സന്ധരാധലാന അൽക്കനാഥലാന. പറഞ്ഞു നിൽക്കാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരല്പം വേഗത്തിലൊന്ന് പോകുന്നത്. ശ്രദ്ധിച്ചേക്കണം കേട്ടോ ദൈവമക്കളെ. അവനോട് ഈ വാക്യം നമ്മുടെ അകത്തുനിന്ന് കത്തേണ്ട വാക്യമാണ്. എന്നാന്നറിയാമോ? എൻ്റെ അപ്പനുണ്ടായ ചില കിണറുണ്ടല്ലോ, ആ കിണർ പിതാക്കന്മാർക്ക് അവകാശമായി കിട്ടിയ ചില കിണർ, അത് പിശാചും മണ്ണിട്ട് മൂടിയിരിക്കുക. ഇസ്ഹാക്കിന് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ പ്രമാണത്തിലുള്ളതായത്. അത് അവൻ മൂടിയെങ്കിൽ ഇതൻ വരുന്നുണ്ടോ ഒരു ഇസ്ഹാക്ക് രണ്ടാമത് തരിക. ഞാൻ ഇന്ന് ഡെലിവൻസ് ചർച്ചിലെ ദൈവമക്കളോട് ചോദിക്കുക, ഈ പട്ടണത്തിൽ ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ചില കിണറുകളുണ്ട്. അത് എന്നോടൊപ്പം കുത്താൻ, അത് ഇന്ന് എന്നോടൊപ്പം തിരയാൻ അധികാരമുള്ള അഭിഷേകമുള്ള എത്ര പേരിന്ന് പകൽ ഇതിനകത്തുണ്ട്. അങ്ങനെ ഉള്ളവരെന്ന് ആരാധിച്ചേ. ഞങ്ങൾ റെഡിയാന്ന് പറയുന്നവർ ഒന്ന് ദൈവത്തെ ആരാധിച്ചേ. പാസ്റ്റേ ഞങ്ങളുണ്ട്, പല 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 അങ്ങനെ ഉള്ളവരെ എഴുന്നേറ്റിനെ ആരാധിക്ക്. ദൈവദാസനെ ഞങ്ങൾ ഉണ്ടെന്ന് അങ്ങയോടൊപ്പം ആ കുഴി കുത്താനായിട്ട് പിശാച് മണ്ണിട്ട് മൂടിയ ചില വാഗ്ദത്ത നന്മകൾ
പാതകൾ ശത്രു ആമേൻ അടച്ചു കളഞ്ഞ ചില അവകാശങ്ങൾ പരിശുദ്ധാത്മാവേ, ഉപവസിക്കുന്ന സകല കുഞ്ഞുങ്ങളുടെ മേലും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഇപ്പോൾ ഉണ്ടാവട്ടെ. അവർ ഈ 14 ദിവസം പട്ടിണിയിരിക്കുകയല്ല, അങ്ങനെ നിന്ന് പ്രാപിക്കുക. അവരുടെ ശരീരത്തിന്റെ മേൽ, അവരുടെ ദേഹത്തിന്റെ മേൽ ഒരു ബലം ദൈവം കൽപ്പിക്കണമേ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ബലം അവിടെ മേൽ ഇറങ്ങി വരട്ടെ. ഇന്ന് കുത്തും ഈ 14-ാമത്തെ ദിവസം നമ്മളത് കുഴിക്കാൻ പോകുക കേട്ടോ. നമ്മളത് കാരണം പ്രമാണം ദൈവം എഴുതി വെച്ചിരിക്കുക. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇസ്ഹാക്കിന്റെ കയ്യിലാണ് ഈ വടിയിരിക്കുന്നത് കേട്ടോ. ഇസ്ഹാക്കിന്റെ കയ്യിൽ ഈ വടിയുണ്ട്. ഒന്ന് നോക്കിക്കേ മക്കളെ, ഈ വടി ഇപ്പോൾ ആരുടെ കയ്യിൽ വന്നെന്നറിയാമോ? യാക്കോബിന്റെ കയ്യിൽ ആ വടി വന്നേ. ആരുടെ കയ്യിൽ വന്നു? എല്ലാരും പറഞ്ഞേ, യാക്കോബിന്റെ കയ്യിൽ. വടി ആർക്കേ കൊടുക്കാവൂ? ആദ്യജാതനെ കൊടുക്കാവൂ. അത് ആദ്യജാതനെ വലത് കൈ കൊണ്ട് അനുഗ്രഹിച്ച് ഇടത് കൈ കൊണ്ട് വടി കൈമാറേണ്ടത്. പക്ഷെ ഇപ്പൊ വടിയിരിക്കുന്ന ആരുടെ കയ്യിലാന്നറിയോ? ഇളയവന്റെ കയ്യിലാ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവം അല്ലേ? മൂത്തവന്റെ കയ്യിൽ വടി വരേണ്ടിടത്ത് ഇപ്പൊ വടിയിരിക്കുന്നത് ഇളയവന്റെ കയ്യിലാ. അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഇവിടെ അമ്മയെ ഒന്ന് വിളിച്ചു ചോദിക്കാം, അമ്മ എങ്ങനെയാ ഇത് സംഭവിച്ചേ? അമ്മ ഒരിക്കലേ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അകത്തളത്തിൽ ഭയങ്കര പ്രശ്നവുമായിട്ട് തമ്പുരാന്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു, റെബേക്ക, ദൈവമേ, അകത്ത് ഭയങ്കര പ്രശ്നം നടക്കുക, അകത്തൊരു സ്വസ്ഥതയില്ല, എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ള സ്വർഗത്തിലെ ദൈവം ലോകത്തിൽ വെച്ച്, ഭൂമിയിൽ വെച്ച് ആദ്യമായിട്ട് ഇരട്ടകളെ പ്രസവിക്കുന്ന സ്കാൻ കണ്ണുകൊണ്ട് അവൻ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കേണ്ട റെബേക്കേ, ഇത് ഒരുവനല്ല, ഇത് രണ്ടാം. ഒരല്ലേ പറ. ഇവിടുത്തെ MRI, ഇവിടുത്തെ സ്കാൻ കോഡുമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നേ. അത് അഗ്നിജ്വാലക്കത്ത് കണ്ണാണ്. ആ കണ്ണ് വെച്ച് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ ഉദരത്തിനകത്ത് രണ്ടെണ്ണമുണ്ട്. ഒരു ഹല്ലേലൂയ പറയും മക്കളെ. അവൻ ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നേ. ഒരു കൺഫ്യൂഷൻ വേണ്ടെന്നേ. ദൈവത്തെ കരമടിച്ച് ആരാധിച്ചിട്ട് പറ, വളരെ ക്ലാരിറ്റി അല്ലേ, വളരെ ക്ലിയർ അല്ലേ? എന്നിട്ട് അടുത്തൊരു ദൂത് മക്കളെ ശ്രദ്ധിച്ചേ. ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. ആമേൻ. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കർത്താവ് ഈ റെബേക്കയോട് പറയുക, മോളെ, 2 കുഞ്ഞുങ്ങൾ, 2 ജാതി നിന്റെ ഉദരത്തിലുണ്ട്. പക്ഷെ ഒരു ദൂത് കൂടി കേട്ടോ, മൂത്തവൻ ഇളയവനെ സേവിക്കും. മൂത്തവൻ ഇളയവനെ സേവിക്കും. ദൂത് പബ്ലിക്കിലാ കേട്ടെ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഈ പിശാചെന്ന് പറയുന്നതേ അവൻ നമ്മൾ ചിന്തിക്കുമ്പോ ഉണ്ടാകുന്നതല്ല, പറയുമ്പോ കയറി പിടിക്കുന്നതാ. അവിടെ സ്വതന്ത്രം പറഞ്ഞത് അവന് നമ്മുടെ ഭാഷ പറഞ്ഞ നമ്മുടെ ലൂസിഫർ, അവന് പിടുത്തം കിട്ടി. ഒരുത്തൻ സ്തോത്രം കയറി വരും, മറ്റവനെ സേവിക്കും. ഇതെ കയറി അങ്ങ് പിശാച് പിടിച്ചിട്ട് പറഞ്ഞു കൊള്ളാം. അപ്പം മൂത്തവൻ പോക്ക, രണ്ടാമത്തവൻ കയറും. അങ്ങനെയാണ് മൂത്തവനെ ഞാനങ്ങ് എടുത്തു. ഒരു സ്വതന്ത്രം പറഞ്ഞു, മൂത്തവനെ പിശാച് അങ്ങ് കയ്യിലോട്ടെടുത്തു. അവനെ വേട്ടക്കാരനും നമ്മുടെ ഭാഷ പറഞ്ഞ ജഡീകത്തിന് പ്രതീകമായി മാറ്റി നിർത്തി ഏശാവിനെ മറ്റവനെ കൂടാരവാസിയുമാക്കി. ഒരാമൻ പറഞ്ഞു. വാഗ്ദത്തം ഉദരത്തിൽ കേട്ട നിമിഷം മുതൽ യുദ്ധം പുറത്തല്ല ആരംഭിച്ചത്, യുദ്ധം അകത്താരംഭിച്ചു. മക്കളെ, വേണേ പിടിച്ചോ, നീ വാഗ്ദത്തം കേൾക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ അകത്തൊരു യുദ്ധം നടക്കുക. ജഡീക ശക്തിയും വാഗ്ദത്ത ശക്തിയും തമ്മിൽ, ജഡീക സന്തതിയും വാഗ്ദത്ത സന്തതിയും തമ്മിൽ ഒരു യുദ്ധം അകത്ത് നടക്കുക. ഒരു ദൂത് ഞാൻ പറയാ, ഒരിക്കലും ജഡത്തിന്റെ ശക്തി നിന്നെ ജയിക്കത്തില്ല. ആമേൻ പറ. ജഡത്തിന്റെ ശക്തി നിന്നെ ജയിക്കത്തില്ല. വാഗ്ദത്തം ജയിച്ച് പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതുകൊണ്ട് ആ ദൂത് പറയുന്നത്, ജഡത്തിന്റെ ശക്തി നിന്നെ ജയിക്കത്തില്ല, ജഡീക വ്യാകുലകൾ നിന്നെ ജയിക്കത്തില്ല, ഏശാവ് നിന്നെ ജയിക്കത്തില്ല. ആമേൻ, ആമേൻ.
ദൂത് അകത്ത് വെച്ച് കേട്ടു. ദൂത് എവിടെ വെച്ച് കേട്ടു? അകത്ത് വെച്ച് കേട്ടു. ശ്രദ്ധിക്കണേ, ക്ഷമിക്കണേ. ദൂത് അകത്ത് വെച്ച് കേട്ടു. രണ്ടുപേരും കേട്ടു. ഏശാവൻ കേട്ടു, യാക്കോബൻ കേട്ടു. കേട്ട മാത്രമേ യാക്കോബ് എന്നാ ചെയ്തെന്നറിയാമോ? ഏശാവ് എന്നാ ചെയ്തെന്നറിയാമോ? ഈ കാലെടുത്തിട്ട് അവൻ്റെ നെഞ്ചത്തോട്ട് വെച്ചു. ആരുടെ? പറ. യാക്കോബിന്റെ നെഞ്ചത്തോട്ട് എന്ത് വെച്ചു? പറ. കാല് വെച്ചു. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നടക്കണമല്ലോ. ഞാൻ നിന്നെ സേവിക്കും അല്ലേ, കാണിച്ചു തരാടാ. ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇവന്റെ മുട്ടുകാലി കയറ്റി കൊല്ലാൻ നോക്കി. എൻ്റെ ഭാഷയാണ്, വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ പൊങ്കാലിടാൻ പറയണം. പേടിയാ. ഇവൻ നേരെ മുട്ടുകാലി കയറ്റിയിട്ട് അവൻ്റെ മണ്ടയിലോട്ട്, അങ്ങനെ നീ എന്നെ സേവിക്കുന്നവന്ന് കാണണം. ഒരു കാര്യം സംഭവിച്ചു. മുട്ടുകാലം അവൻ്റെ നെഞ്ചത്തിരിക്കുക. ഇളയവനില്ലേ, ഇളയവൻ വാക്തത്വം കിട്ടിയവൻ, അവൻ പോരാൻ നേരത്തെ മറ്റവൻ്റെ കുതികാല് പിടിച്ചോണ്ടാ പോന്നെ. ദൂത് മനസ്സിലായില്ലല്ലേ? വാക്തത്വമുള്ളവൻ പുറത്തു വന്നപ്പോ നെഞ്ചത്തും മുട്ടുകാല് വെച്ചവന്റെ കുതികാല് പിടിച്ചാ വന്നേ. ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ പറ. വാക്തത്വം കിട്ടിയ നിന്നെ ആർക്കും തൊടാൻ കഴിയത്തില്ലെന്ന അതിന്റെ അർത്ഥം. ഉദരത്തിൽ വെച്ച് വാക്തത്വം കേട്ട ദൈവ പൈതലേ, നീ ഇന്ന് പകൽ പവറോട്ട് പുറത്തു വാ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ മേലൊരു വാക്തത്വം വീണോ, നിന്റെ മേലൊരു ദൂത് വീണോ, ഒരു ശത്രുവിനും നിന്നെ അടക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഉപായി. നമ്മളത് കേട്ടുപോയൊരു വാക്കാ. യാക്കോബിന്റെ അർത്ഥം ഉപായി എന്നാണോ? അതാണ് നമ്മൾ ഈ വായി എന്നൊക്കെ അങ്ങ് പറഞ്ഞായതാ. യാക്കോബ് എന്ന അർത്ഥം, യഥാർത്ഥ അർത്ഥം കിടക്കുന്ന എവിടെയാ? കുതികാല് പിടിച്ചവൻ. ആരുടെ? ശരീക സന്തതിയുടെ ചേട്ടന്റെ, എന്റെ വാക്തത്വത്തിന് മണ്ടയിലോട്ട് കാല് വെച്ച് കയറിയവന്റെ കുതികാല് പിടിച്ച് പുറത്തു വന്നവനെ യാക്കോബ്. അങ്ങനെ പിടിച്ച് കയറാൻ കഴിവുള്ള ചിലത് ഡെലിവറൻസ് ചർച്ചിനകത്തുനിന്ന് ഈ 14-ാമത്തെ ദിവസം പുറത്തു വരുന്നു എന്ന് ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു. വിശ്വാസമുള്ളവർ ഏറ്റെടുത്തോ? ആ ദൂതനോട് പ്രതികരിച്ചോ? ഇല്ല, ഒരിക്കലും ഇനി നിന്റെ തലമുറക്കോ നിന്നെയോ പിശാചിന് ഒതുക്കാൻ കഴിയത്തു. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? ഒരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പൊ ഒന്ന്, ഇവന്റെ കയ്യിൽ വടി വരാനുള്ള കാര്യം ഒരു വാക്തത്വം കിടപ്പുണ്ട്, ഒരു പ്രവചനം കിടപ്പുണ്ട്. ആ പ്രവചന ബേസില ഈ വടി വന്നേ. ഇനി രണ്ട്, ആ പ്രവചനം ഉണ്ടെങ്കിലും നാട്ടുനടപ്പനുസരിച്ചും തമ്പുരാന്റെ ജ്യേഷ്ഠാവകാശത്തിന്റെ നിയമം വെച്ചും വടി കയ്യിൽ വരണമെങ്കിൽ ജ്യേഷ്ഠനായിരിക്കണം. ജ്യേഷ്ഠാവകാശം നേരെ ഏശാവിലേക്ക് എങ്ങനെ വന്നു, യാക്കോബിലേക്ക് എങ്ങനെ വന്നു പറയാം. ഈ യാക്കോബ് കൂടാരവാസിയും മറ്റവൻ പട്ടണവാസിയുമാണ്. അവൻ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന വളരെ കുറവാണ്. അവൻ ഈ ബർഗറും മന്തിയൊക്കെ അടിച്ചിങ്ങനെ പുറത്ത് നടക്കും. മറ്റവനാണെങ്കിൽ വീട്ടിലെ കഞ്ഞിയും പറുമൊക്കെ അടിച്ച് നടക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഇപ്പൊ മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. നമുക്കിപ്പോൾ യാക്കോബിൻ്റെ കാലം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ പറഞ്ഞാലല്ലേ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാകൂ. എന്ന് വെച്ചാൽ ഈ കൂടാരവാസിയായ യാക്കോബ് ഉണ്ടല്ലോ, അമ്മയുടെ സാരി തുമ്പേ പിടിച്ച് നടക്കുക. നമുക്കറിയാം ഈ അമ്മയുമായിട്ട് ബന്ധമുള്ള ചില പിള്ളേരെ അടുക്കള പണി പഠിച്ചവരായിരിക്കും അല്ലേ? ഈ അമ്മയുടെ പുറകെ ഇങ്ങനെ സാരി തുമ്പയിലും തുണി തുമ്പയിലും ഒക്കെ പിടിച്ച് നടക്കുന്ന ചില പിള്ളേർ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യും. ഈ ഗൾഫിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭാര്യമാരൊക്കെ ജോലിക്ക് പോയിക്കുമ്പോൾ അവിടുത്തെ ചില സഹോദരന്മാരൊക്കെ അടിപൊളി ചിക്കൻ കറിയും മീൻ കറിയൊക്കെ വെക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് എങ്ങനെ പഠിച്ചു? അമ്മ പഠിപ്പിച്ചാന്ന് പറയും ഒരു സഹോദരൻ. അങ്ങനെ അമ്മ പഠിപ്പിച്ച കൂട്ടത്തിൽ എന്നോ ഒരു ഓണത്തിൻ്റെ അന്ന് പായസം വെക്കാൻ പുള്ളിയും പഠിച്ചു. എന്ത് വായിച്ചു വെച്ചേ പറയരുത്. ആ മൈക്കിലൂടെ ഒന്ന് പറഞ്ഞു. ആ ചുവന്ന പായസം വെക്കണേ ഇച്ചിരി പുളിക്കും. ഇതിനകത്ത് ഇരിക്കുന്ന എത്ര സഹോദരിമാർക്ക് നല്ല ചുവന്ന പായസം വെക്കാൻ അറിയാം? വെക്കും. സുനാമി വന്നതുപോലെ അല്ലേ അമ്മച്ചി? ഈ വെള്ളപ്പായസം ആർക്കാ വെക്കാൻ പറ്റാത്ത? മറ്റേ രണ്ട് കവർ മേടിച്ച് പൊട്ടിച്ച് ഇച്ചിരി ക്രിസ്മസും കശുവണ്ടിയും ഇതും കൂടി ഇട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇട്ട് അതങ്ങ് പൊട്ടിച്ചിട്ട പായസമായി. അതാർക്കാ വെക്കാൻ പറ്റാം? അത് ഇൻസിഡന്റ് പായസമാണ്.
പക്ഷെ ചുവന്ന പായസം വെക്കണമെങ്കിലേ കൂട്ടാൻ പഠിക്കണം. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ചേരുവ പഠിക്കണം അല്ലേ? അത് ചുമ്മാ ഉണ്ടാക്കാനൊക്കത്തില്ല. ഞാൻ പലയിടത്തും പോയി ചുവന്ന പായസം കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണിയേക്കാൾ ഇഷ്ടം സദ്യ. ഓ സ്വതന്ത്രം, പോരാട്ടം കയറി അങ്ങ് അട്ടിക്കുക. പായസം അങ്ങ് ഇലക്കകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പപ്പടം അങ്ങ് പൊടിച്ചിട്ടാൽ ഒഴുകരുത്. ഒരു കൊഴുമ്പ് പരുവത്തിൽ ഇങ്ങനെ ഒഴുകി നിൽക്കണം. അതാണ് സ്വതന്ത്രം. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കുന്ന പല പായസങ്ങളും അവൻ വെച്ച് കഴിഞ്ഞാൽ പായസം ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇലക്ക് അവൻ ഒരു വട്ടം വെച്ച് കൊടുക്കും. ഇല ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കും. എന്നാന്നറിയാമോ? ഇത് ഒഴുകിപ്പോകാതിരിക്കാനാ. പക്ഷെ ഞാൻ ഈ മനുഷ്യനോട് സല്യൂട്ട് ചെയ്യുക. എന്നാന്നറിയാമോ? ഈ മനുഷ്യൻ ചുവന്ന പായസം ഉണ്ടാക്കി. ഒരു അല്ലലി എന്ന് പറഞ്ഞു. ഇപ്പൊ ആരും അതിനകത്തും തീരുമാനമെടുക്കുന്ന വെച്ചാൽ അത്താലും കുഴപ്പമില്ല, പായസം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഉണ്ടാക്കി കുട്ടിക്ക്. എന്തായാലും ഈ പുള്ളി അങ്ങ് ചുവന്ന പായസം ഉണ്ടാക്കി. അടിപൊളി. അന്ന് നോക്കിക്കേ, ഏശാവ് വേട്ടം കഴിഞ്ഞ് വന്നപ്പോൾ അജാമ ഈ പുള്ളി ഇരുന്നുകൊണ്ട് അടപ്പത്തിരുന്ന് ഇങ്ങനെ നല്ലപോലെ കുറുക്കി ഗജുമണ്ടും ഗിസ്മസും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല പരുവത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അജാന്റെ വായിൽ നിന്ന് വെള്ളം വന്നു. പുള്ളിയുടെ ചോദിച്ചു, മോനേടാ എന്തോ ഇച്ചിരി പായസം തരുവോടാ, നീ എൻ്റെ പൊന്നനിയനല്ലേടാ. മൂത്തവൻ ഇളയവനെ വാക്തത്വം യാക്കോബിന്റെ അകത്ത് തിളക്കാൻ തുടങ്ങി. യാക്കോബ് പറഞ്ഞു, ഞാൻ തരാന്നേ. ഒരു പാത്രം ചേട്ടനെടുത്തോണ്ട് വാ. പാത്രം എടുത്തോണ്ട് യാക്കോബിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വെള്ളം മൂറി നിൽക്കുന്ന അവൻ ഏശാവിന്റെ മുഖത്ത് നോക്കിയിട്ട് അനിയന്റെ ഒരൊറ്റ ഡയലോഗ്, പായസം വിളമ്പാൻ വരട്ടെ. ഒരു ഡീലുണ്ട്. എന്നാ ഡീല്? നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം, പകരം ഞാൻ പായസം തരാം. എന്തിനാണ് എനിക്ക് ജ്യേഷ്ഠാവകാശം? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് എടുത്തോടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. ഷട്ടൂരി കൊടുത്തതുപോലെ കൊടുത്തില്ല, പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുത്തില്ല. ചുമ്മാ വാക്കിനാൽ ഒരു ഡീല് നീ അങ്ങ് എടുത്തോ. പത്തനംതിട്ടയെ ശുശ്രൂഷിക്കുമ്പോൾ, ഈ വചനം പ്രസംഗിക്കുമ്പോൾ, ജോബി പാസ്റ്ററിന്റെ അടുത്തുള്ള ഒരു 8 വയസ്സുള്ളൊരു പയ്യൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ജോബി പാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പാസ്റ്ററിനോട് സംശയം ചോദിക്കാനുണ്ട്. ഞാൻ മാമോനെ എന്ന് പറഞ്ഞു. അവൻ്റെ സംശയം കേൾക്കണോ? പാസ്റ്റർ, ഈ ജ്യേഷ്ഠാവകാശം എങ്ങനെയാണ് യാക്കോബിന്റെ മേൽ വന്നത്? എന്തെങ്കിലും മാധ്യമങ്ങൾ വഴിയാണോ കൊടുത്തത്? എന്തെങ്കിലും എഴുതിയാണോ കൊടുത്തത്? എങ്ങനെയാ അത് കൈമാറിയത്? ഞാൻ പറഞ്ഞു, മോനെ നല്ല ചോദ്യമാണ്, ആരും ചോദിച്ചിട്ടില്ല, നീ ചോദിച്ചതിനായി നന്ദി. മോനെ, ഈ ജ്യേഷ്ഠാവകാശം പിതാക്കന്മാരായും ദൈവീകദത്തമായും എന്നിൽ നിങ്ങളിലും വന്നു വീഴുന്നതാ. അത് എനിക്ക് കളയാനും നിലനിർത്താനും കഴിയും. അതിന് ദൈവം വെച്ച ഒറ്റ മാധ്യമം എന്ന് പറയുന്നത് വായിലെ നാക്കാണ്. ഈ വാക്ക് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ തിരസ്കരിക്കാം, അതിനെ നിലനിർത്താം, വീണ്ടും അതിനെ പുതുക്കാം. അവൻ പറഞ്ഞു, എന്തിന് ആർക്ക് വേണം ഈ ജ്യേഷ്ഠാവകാശം എന്ന് വാഗുകൊണ്ട് പറയുകയും ഈ അധികാരത്തിന്റെ കൈമാറ്റം യാക്കോബിന്റെ മേൽ വന്നു വീണു. ദൂത് മനസ്സിലായോ? യേശുവിനെ രക്ഷകനെന്ന് കർത്താവെന്ന് വാഗുണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയെങ്കിൽ, ഒരു ജ്യേഷ്ഠാവകാശം ലഭിച്ചെങ്കിൽ, ഇന്ന് ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വായിൽ നിന്ന് വരുന്ന സ്വീകരണത്തിന്റെ വാക്കുകളിൽ നീ പോലും അറിയാതെ ചരിത്രം മാറുന്നത് പോലെ നീ മാറുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് ദൈവത്തെ ആരാധിച്ചേ. എൻ്റെ പേര് അവൻ എവിടെയെങ്കിലും ഒരു ഫോമിനകത്ത് എൻ്റെ പേരെഴുതി ഒപ്പുവെക്കണമെന്ന് എന്നോട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ, എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഇവിടെ ഇരിക്കുന്നത്, അവൻ ജോലിക്കറിയാം. അവൻ്റെ പേര് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത നെൽസൺ എന്ന് പറയും. അവൻ അത്യാവശ്യം 10 വരെ പീഡിഗിരി പഠിച്ചിട്ടുണ്ടല്ലേ നെൽസൺ പീഡിഗിരി പഠിച്ചതാ. ഞാൻ എവിടെയെങ്കിലും ഒരു ഓഫീസിൽ പോകണമെങ്കിൽ നെൽസനെ കൊണ്ട് പോകത്തുള്ളൂ. എന്താണെന്നറിയാമോ? എൻ്റെ പേരെഴുതണം. പേരെഴുതിയിട്ട് എനിക്ക് ഒപ്പുവെക്കാൻ അറിയത്തില്ല. പകരം എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, എടാ എഴുതി ഒപ്പുവെക്കാൻ പറ്റില്ലെങ്കിൽ എളുപ്പമാർഗത്തിൽ നമുക്ക് ഇടാൻ പറ്റിയൊരു ഒപ്പുണ്ട്. ഒരു കുരിശിട്ടിട്ട് ഒരു റൗണ്ട് ഇട്ടേക്കണം. ആരംഭകാലത്തിൽ എൻ്റെ ഒപ്പുണ്ടല്ലോ, ഒരു കുരിശും ഒരു റൗണ്ടുമായിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പം ഇടുന്ന ഒപ്പ് നിങ്ങൾക്ക് കുത്തിയിരുന്ന് പഠിച്ച ഇടാനൊക്കത്തില്ല.
അതിന് മണ്ടക്കൂടി 1000 പ്രാവശ്യം ഇട്ടാൽ എൻ്റെ മക്കൾക്ക് പോലും ആ ഒപ്പിടാനൊക്കത്തില്ല. പക്ഷെ ഒരു റൗണ്ടും ഒരു കുരിശുവാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നേ. ഒരിക്കൽ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എടാ മോശയുടെ മേൽ ഒരു അഭിഷേകം വീണത് പോലെ നിന്റെ മേൽ വീഴും. ചാടി അങ്ങ് എഴുന്നേറ്റ് പാസ്റ്റർ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അത് എൻ്റെ മേൽ വരും പാസ്റ്റേ. അത് അന്ന് പ്രതികരിച്ചതിൻ്റെ കാരണമാണ് ഇന്നിവിടെ നിൽക്കുന്നേ. ദൈവമക്കളെ, ഈ ദൂതനോട് പ്രതികരിക്കാൻ, വാ തുറന്ന് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചരിത്രം മാറുമെന്ന ഈ ദൂത പറയുന്നേ. അത് ആരാന്ന് നോക്കണ്ട, ഏൽപ്പിച്ചോ. ജ്യേഷ്ഠാവകാശം നിലനിർത്താനും ജ്യേഷ്ഠാവകാശം പിടിച്ചു മേടിക്കാനും ജ്യേഷ്ഠാവകാശം എൻ്റെ മേൽ കൈമാറ്റം ചെയ്ത് എൻ്റെ മേൽ വരാനും ഇന്ന് പകൽ എനിക്ക് ദൈവം തന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ വായിലെ വാക്കാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു. പറയാമോ ഞാനത് സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസം കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ലോകവ്യാപകമായി യാത്ര ചെയ്യുന്ന അഭിഷിക്ത കുഞ്ഞുങ്ങൾ ഇതിനകത്ത് എഴുന്നേക്കാൻ പോകുക. ശക്തന്മാരായ പ്രവാചകന്മാർ, ശക്തന്മാരായ പ്രവാചകിമാർ, അവൻ ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്തുനിന്ന് പുറത്തു വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി മയക്കമരുന്നിനുള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി MDMA ഉള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകമോഹങ്ങൾക്കുള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ 10,000ങ്ങളുടെ നടുവിൽ ഒരു പോങ്കയെ പോലെ, ഒരു ബെന്നിഹിനെ പോലെ, ഒരു റോജറോഷ്മയെ പോലെ, ഒരു സ്മിത്തിനെ പോലെ ആമൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് വെളിയിൽ വരും. Praise the Lord. ദൈവത്തിനും മഹത്വം. മക്കളെ, ചുമ്മാ പോലും ഒരു തമാശക്ക് പോലും നിന്റെ വായിൽ നിന്ന് ദൈവം തന്ന ഒരു നന്മയെ നിസാരവൽക്കരിക്കരുത്. ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാരെ, ചുമ്മാ ഒരു വാക്ക് പോലും കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വെറും വിശ്വാസമാ. ഇത് എന്തൊരു വിശ്വാസമാ. അവൻ എങ്ങനെയോ പെട്ടുപോയി. ഒരു വാക്ക് പറയരുത്. ഇതിൻ്റെ മണ്ടേ ചവിട്ടി നിന്ന് പറയണം, അവൻ ഈ കൃപയാലാ ഞാൻ വിടുവിക്കപ്പെട്ടത്. ഇവിടെ വന്നത് വെറുതെ അല്ലെന്ന് പറ. യേശുവിനെ കണ്ടത് വെറുതെ അല്ലെന്ന് പറ. യേശുവിനെ സ്വീകരിച്ചത് വെറുതെ അല്ലെന്ന് പറ. യേശുവിനെ ആരാധിക്കുന്നത് വെറുതെ അല്ലെന്ന് പറ. എനിക്കൊരു നിത്യത ഉണ്ടെന്ന് പറ. എനിക്കൊരു നിത്യ അവകാശം ദൈവം തരുമെന്ന് പറ. ഞാൻ ഇവിടെ മണ്ണോട് ചേർന്ന് പോയാലും എൻ്റെ ആത്മാവിനെ നിത്യതയിൽ കവർ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറ. തമ്പുരാൻ ആവോളം മേരിയാൻ്റെ ആവോളം മന്ന കൊടുത്തില്ലേ? മിനിഞ്ഞാന്ന് കോളടിച്ചില്ലേ? പേരൊക്കെ വിളിച്ചില്ലേ? എന്താ ചെലവ്? യേശുവിൻ്റെ അമ്മ മരിയെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി. മന്ന ആവോളം കൊടുത്തില്ലേ? കൊടുത്തോ ഇല്ലയോ? മക്കളെ, മന്ന കൊടുത്ത നിമിത്തം ദൈവം സ്റ്റോപ്പ് ചെയ്യാനൊരു കാര്യമുണ്ട്. എന്നാന്നറിയോ? ഇവന്മാര് പറഞ്ഞു, ഈ വെറും മന്ന പറ എന്തിന്? കർത്താവ് പറഞ്ഞു, ഞാനേ ഈ മന്ന ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ നിന്നാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഉഗാണ്ടയിലെത്തുന്ന ദൂതനില്ലേ, ദൂതന്റെ വേഗത അതാ. ഇപ്പൊ ഒരു ദൂതൻ ഇവിടെ ഇറങ്ങിയാൽ നമ്മൾ കണ്ണടച്ച് നോക്കുന്ന ദൂതൻ എവിടെ എത്തും? ആ ദൂതന് കൊടുക്കുന്ന ഫുഡാ ഞാൻ നിങ്ങൾക്ക് തന്നെ. ആ ഫുഡ് തന്നിട്ട് നിങ്ങളത് വെറും മണ്ണ് എന്ന് പറഞ്ഞെങ്കിൽ നിന്നെയൊക്കെ ഞാൻ വിടത്തില്ലടാ. മന്നയെ തിരസ്കരിച്ചു. ഈ വചന ശുശ്രൂഷയെ തിരസ്കരിക്കരുത്. 2 കൈയും ചൂമ്പി ഏറ്റെടുക്കണം. ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. ഞാൻ പണ്ടൊരു അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞു. ഒരു ജോർജു അപ്പച്ചൻ നമ്മുടെ തൊട്ടടുത്തുള്ളതാ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാ. ആ അപ്പച്ചനെ വചന ശുശ്രൂഷ നടക്കുമ്പോഴും
ഒരു കസേര എടുത്ത് മുമ്പിലോട്ട് ഇട്ടിട്ട് ആ കസേരയിൽ ഇങ്ങനെ കൈവെക്കും. എന്നിട്ട് ഈ വചന പ്രസംഗം തീരുന്ന ഒരു അപ്പച്ചൻ ഇങ്ങനെ ഇരുന്ന് പ്രസംഗം കേൾക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ചന് മടുപ്പില്ലേ, ക്ഷീണമില്ലേ? അപ്പച്ചൻ പറഞ്ഞു, മോനെ, വചനം ദൈവമല്ലടാ. ദൈവത്തെ കേൾക്കുമ്പോ കിടന്നല്ലോ കേൾക്കണ്ടേ, മുട്ടയിലിരുന്നല്ലേ കേൾക്കണ്ടേ. പൊന്ന, ആ അപ്പച്ചന്റെ തലമുറ പട്ടണത്തിൽ ഇന്ന് കോടീശ്വരന്മാരാ. പേര് പറയണമെന്നുണ്ട്, അവർ ലൈവിലുണ്ട്. അതുകൊണ്ടാണ് വചനത്തെ അതിൻ്റെ മാർമിക സത്യങ്ങൾ മനസ്സിലാക്കി വചനത്തിന് ബഹുമാനം കൊടുത്ത് മാനിച്ച ഒരപ്പൻ്റെ മക്കളും ഉടഞ്ഞു പോവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വചനത്തെ നിസാരവൽക്കരിക്കാതെ വചനത്തെ അതിൻ്റെ പ്രാഗൽഭ്യത്തോടെ, അതിന് മാധുര്യമയോടെ അതിനെ സ്വീകരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനു മുമ്പിലുണ്ട്? ഞാൻ നിങ്ങളുടെ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, വേറെ എന്തിനെ നിങ്ങൾ തള്ളിയാലും വചനത്തെ തള്ളരുത്. കുറച്ചുകൂടിയൊക്കെ നമ്മൾ വചനത്തിന് മുമ്പിൽ മര്യാദ കാണിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, വചനം പ്രസംഗം തുടങ്ങുമ്പോൾ ഡോർ ക്ലോസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഡോർ ക്ലോസ് ചെയ്തേക്കണം. വചനം പ്രസംഗം നടക്കുമ്പോൾ ഒരാൾ പോലും എഴുന്നേറ്റ് പോവരുത്. കാരണം നമ്മളത് ദൈവത്തെ അപമാനിക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാമറയുടെ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്ന് അറേഞ്ച് ചെയ്തോട്ടെ. ആയിരങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ. പക്ഷേ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ എഴുന്നേറ്റ് പോയി ആ വചനത്തെ തുച്ഛീകരിക്കുന്നത് ദൈവത്തെ തുച്ഛീകരിക്കുന്നത് പോലെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ 21 ഇരിക്കണമെന്നില്ലെന്നേ. ക്ഷമിക്കണം, 21 ഉപവസിക്കേണ്ടെന്നല്ല, 40 ഇരിക്കേണ്ടെന്നല്ല. 21 ഇരുന്നില്ലേലും 40 ഇരുന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഒന്ന് കൊടുത്തൊന്ന് ജീവിച്ചു നോക്കിക്കേ. 40 ഇരുന്ന് ഉഴപ്പുന്നവനേക്കാൾ 21 ഇരുന്ന് ദൈവഭയമില്ലാത്തവനേക്കാൾ അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ ആയിരിക്കും. സ്വത്രം. ഈ ചർച്ചിനകത്തുള്ള 80% ആളുകളും കാത്തലിക്കിൽ നിന്ന് വന്നവരാ, അല്ലേ? ഞാൻ ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ എല്ലാം വീടുകളിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ലേ, അല്ലേ? നമ്മുടെ അപ്പച്ചന്മാർ ആ വേദപുസ്തകം എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് കരമുയർത്തിക്കേ. നമ്മുടെ അപ്പച്ചന്മാർ ആ വേദപുസ്തകം നടയിലോ എവിടെയെങ്കിലുമൊക്കെ ആ വേദപുസ്തകം ഒരെണ്ണം ഉണ്ടാകുമല്ലോ. നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ എപ്പോഴെങ്കിലും ആ വേദപുസ്തകം എടുക്കുന്നത് നിങ്ങൾ സ്റ്റൈൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എടുത്ത് മുത്തം കൊടുക്കാതെ, ഉമ്മ കൊടുക്കാതെ തിരിച്ച ബൈബിൾ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? രൂപത്തിന്റെ നടയിലിരിക്കുന്ന ബൈബിള് എന്നെ കാണുന്ന കാഴ്ചയാ. ആ ബൈബിൾ എടുത്ത് അപ്പൻ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് എടുത്തൊരു ഉമ്മ കൊടുത്ത് അതിൽ വെച്ച് കൈ കൊണ്ട് തൊട്ടൊന്ന് വണങ്ങി. അതുകൊണ്ട് ചെറുപ്പം മുതലേ പിതാക്കന്മാർ ചെയ്ത് കണ്ടപ്പോൾ നമുക്കൊരു ഭയമായിരുന്നു. പാപം ചെയ്യുമ്പോഴും ആ പുസ്തകത്തെ അന്നൊട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയാതെ ഒരു ദൂത് വന്നു വീണു, ഇത് തിരുവെഴുത്താണ്, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞിടുന്ന തലമുറകളുടെ കാലമല്ലേ ഇത്? വേദപുസ്തകം 10ഉം 16ഉം വീട്ടിലുള്ളത് കൊണ്ട് വേദപുസ്തകത്തിന് വിലയില്ലാതെ അത് എവിടെ വെക്കണമെന്ന് പോലും അറിയാതെ വീട്ടിൽ ചെന്ന ഉടനെ ഷോക്കേസിനകത്തും ചൂളിനകത്തും ടീപ്പോയിലകത്തും വലിച്ചെറിയുന്ന തലമുറയോട് പരിശുദ്ധന പറയുന്നു, അത് മാറണം. വചനത്തെ മാനിക്കുന്നവനെയാ ദൈവം മാനിക്കുന്നത്. വചനം ദൈവമാ. ദൈവവചനത്തെ മാനിക്കുന്നവൻ ദൈവത്തെ മാനിക്കുന്നത് പോലെയാ. ആ പുസ്തകം ഒന്ന് കയ്യിലൊന്നെടുത്തേ. ആ പുസ്തകം ഒന്ന് കയ്യിലോട്ടെടുത്തേ.
ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ. പറ്റുമെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നേ, ഒന്ന് ഉമ്മ കൊടുക്ക്. നിത്യതയെ കൊണ്ടുപോകുന്ന അരുളപ്പാടല്ലേ അതിനകത്ത് എഴുതിയിരിക്കുന്നേ. കൊടുമക്കളെ ധൈര്യമായിട്ട് കൊടുക്ക്. ഒരു ചുംബനം കൊടുക്ക്. അതിൻ്റെ തിരുവഴുത്ത് ജീവനല്ലേ, തേനിലും തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതല്ലേ. നിലത്ത് ഉലയിൽ ശുദ്ധി ചെയ്ത വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ മാധുര്യമേറിയതല്ലേ ഈ തിരുവചനം. ഇതിനെ മാനിക്കണം കേട്ടോ. നമുക്ക് ഈ ഉപവാസത്തിന്റെ 14ാം ദിവസം ഒരു തീരുമാനമെടുക്കാം. വചനത്തെയും ദൈവത്തെയും ഞാൻ മാനിക്കും. സ്തോത്രം പറ. ഞാൻ അതിനോട് സ്തോത്രം ഒരു ആവശ്യമില്ലാത്ത രീതിയിലൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബൈബിളിൻ്റെ മുമ്പിൽ ബൈബിൾ മാത്രം വെച്ചിട്ട് അവർ ഷാഡോ ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് കൊടുത്തു. എൻ്റെ കൂടെയുള്ള ഒരു പുള്ളി പറഞ്ഞു ഇതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞു മിണ്ടിയേക്കരുത്. എന്നോട് ചോദിച്ചാൽ എന്നാ? ഞാൻ ഈ ചർച്ച് പണിതപ്പോൾ ആദ്യം ചെയ്ത എന്നാണെന്നറിയാമോ? ബൈബിൾ സൊസൈറ്റിയുടെ 100ാം വർഷത്തിൻ്റെ വാർഷികം നടക്കിയ ബൈബിൾ സൊസൈറ്റിയുടെ 100ാമത്തെ വർഷം. ആ 100 വർഷത്തെ വാർഷികത്തിൽ ബൈബിൾ സൊസൈറ്റിക്കാർ 50 ബൈബിൾ അടിച്ചു. വലിയ ബൈബിൾ, ഏകദേശം ഇത്രയും വലിപ്പമുള്ള ബൈബിൾ, 50 ബൈബിള്. പട്ടക്കാർക്കും അച്ഛന്മാർക്കും മാർത്തോമ പള്ളിയിലും CSA പള്ളിയിലെ അച്ഛന്മാർക്ക് മാത്രം വലിയ വലിയ പള്ളികൾക്ക് കൊടുക്കാൻ 50 ബൈബിൾ അവർ അടിച്ചു. അതടിച്ചു എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് ഒരു ബൈബിൾ എനിക്ക് വേണം. എന്നോട് ചെന്തിനാ? എൻ്റെ ആലയത്തിൻ്റെ വാതിക്കൽ വെക്കാനാ. ദാദാ അവിടെ ഇരിക്കുന്നേ. ആ ബൈബിൾ കൊണ്ടുവന്ന് ജോയിച്ചേട്ടനോട് തേക്കിൻകാല് വെച്ച് തേക്കിൽ ഒരു സ്റ്റാൻഡ് പണിത് അത് പോളിഷ് ചെയ്ത് ആ ബൈബിൾ അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് വരുന്നവൻ കാണേണ്ടത് ഉപദേശീയനെയല്ല, കാണേണ്ടത് തേനിലും തേൻകട്ടയേക്കാൾ മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനമാണ്. നമ്മളെ നിലനിർത്തുന്നത് വചനമാണ്, നമ്മളെ നടത്തുന്നത് വചനമാണ്. അതുകൊണ്ട് പ്രതികരിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് Thank you Jesus. Thank you Lord. തിരിച്ചു വരാല്ലേ? എങ്ങനെയാ പോയത്? എങ്ങനെയാ ജ്യേഷ്ഠാവകാശം പോയത്? പറമക്കളെ, ചുവന്ന പായസം കൊടുത്തപ്പോൾ മാത്രമാണോ പോയത്? അല്ല. താൻ വാഗുണ്ട് പറഞ്ഞു എന്തിനാണ് എനിക്ക് ജ്യേഷ്ഠാവകാശം? ദൈവമായിട്ട് പരമ്പരാഗതമായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ കൈമാറി കിട്ടിയതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് വാഗുണ്ട് വിട്ടുകളഞ്ഞു. അപ്പം നിങ്ങൾ അതെന്താ ഭാഷ? നിങ്ങൾ വായിക്കണമെന്നില്ല, പറഞ്ഞു വിട്ടേക്കാം. സദൃശവാക്യം 18:20, സദൃശവാക്യം 18:4, സദൃശവാക്യം 18:21. ഈ 3 വാക്യങ്ങൾ ചേർത്ത് പഠിക്കണം. ചേർത്ത് പഠിക്കുമ്പോൾ വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. 4 20ാമത്തെ വാക്യം വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ 4ാമത്തെ വാക്യം ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ വായിലെ വാക്ക് ജ്ഞാനമുള്ള ആഴമുള്ള വെള്ളം. മതി. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമാണ്. 20ാമത്തെ വാക്യം ആ വാക്ക് കൊണ്ട് ഉദരം നിറയും. 21 21ാമത്തെ വാക്യം പറയുന്നത് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഒരു അല്ലലിയോ എന്ന് പറയാൻ പറ്റുമോ? മരണം ഇരിക്കുന്നവടിയാ നാവിലാന്നേ, ജീവൻ ഇരിക്കുന്നവടിയാ നാവിലാന്നേ. ഒരു അല്ലലിയോ എന്ന് ഉറക്കെ പറഞ്ഞേ. ഡെത്ത് ആൻഡ് ലൈഫ്, അങ്ങനെയല്ലേ? ഡെത്ത് ആൻഡ് ലൈഫ്. മരണം ഇരിക്കുന്നതിൻ്റെ നാവില, ജീവൻ ഇരിക്കുന്നതിൻ്റെ നാവില. എത്ര പേരിന്ന് അഭിഷേകത്തോടെ പറയും എൻ്റെ നാവ് കൊണ്ട് ഞാൻ മരണം പറയത്തില്ല, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ജീവൻ മാത്രമേ പറയത്തുള്ളൂ. പറയാൻ കഴിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചില രോഗശക്തികൾ അഴിയട്ടെ. ഞാൻ മരിക്കുമെന്നും ഞാൻ ഇനി ഉണ്ടാവത്തില്ലെന്നോ എൻ്റെ തലമുറ എനിക്ക് അനുഗ്രഹമാവത്തില്ലെന്നോ ഞാൻ കിടന്നു പോകുമെന്നോ ഞാൻ ഇതൊന്നും അനുഭവിക്കത്തില്ലെന്നോ പിശാച് പറഞ്ഞത് കേട്ട് ആവർത്തിച്ച് പറയുന്ന ചിലതിനെ നോക്കി പരിശുദ്ധൻ പറയുന്നു നിന്റെ വാഗുണ്ട് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത്. എത്ര മാതാപിതാക്കൾ പറയും എൻ്റെ മക്കളുടെ നന്മ ഞാൻ കാണുമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവർ മാത്രം ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ മക്കൾ എനിക്ക് അനുഗ്രഹമായിരിക്കും, എൻ്റെ തലമുറ എനിക്ക് അനുഗ്രഹമായിരിക്കും, എൻ്റെ ചർച്ച എനിക്ക് അനുഗ്രഹമായിരിക്കും, എൻ്റെ വിശ്വാസികൾ എനിക്ക് അനുഗ്രഹമായിരിക്കും, എൻ്റെ ജോലിക്കാർ എനിക്ക് അനുഗ്രഹമായിരിക്കും, എൻ്റെ എല്ലാ നന്മകളും എനിക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവിനെ ഒന്ന് കരമടിച്ച് ആരാധിച്ചു പറ. ചില മേഖലകൾ പൊട്ടുന്നു. പരിശുദ്ധൻ പറയുന്നു ജ്യേഷ്ഠാവകാശം നഷ്ടമായതുപോലെ നിന്റെ അധരങ്ങൾ കൊണ്ട് ചിലതിനെ നഷ്ടമാക്കരുത്.
ആമേൻ, ആമേൻ. യാക്കോബിന്റെ കയ്യിൽ ഇപ്പോ വടി വന്നു. എങ്ങനെ വന്നെന്നുകൂടി പറയാം. അപ്പം പറഞ്ഞു ഏശാവിനെ വിളിച്ചിട്ട്, ഞാൻ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ പോയി വേട്ട ഇറച്ചി. ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. അമ്മ ഇത് കേട്ടു. അമ്മയുടെ അകത്ത് ദൂത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അമ്മ ഓടിച്ചെന്ന് തൊഴുത്തിൽ നിന്ന് നല്ല ഒരു മൃഗത്തെ പിടിച്ച് പാകപ്പെടുത്തി മകന്റെ കയ്യിലോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഏശാവിന്റെ ബെഡ്റൂമിൽ കയറി ഏശാവിന്റെ ഒരു കോട്ടും എടുത്ത് ഏശാവ് സിനിമടിക്കുന്ന പെർഫ്യൂം എടുത്ത് അമ്മ അടുപ്പിച്ചു. രണ്ടുപേർക്കും രണ്ട് ബ്രാൻഡാണ്. യാക്കോബിന്റെ ബ്രാൻഡ് അല്ല, ഏശാവിന്റെ ബ്രാൻഡ്. രണ്ടും രണ്ട് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടക്കുമ്പോഴും യാക്കോബും യേശാവും മുറിക്കകത്തൂടി പോയാൽ ആരാ പോയതെന്ന് അറിയാൻ പറ്റും. ഒരു സ്വതന്ത്രം പറഞ്ഞു ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിലും ചിലതുണ്ട്, പോയാൽ അറിയും. ഇത്തരം കൊണ്ട് ഞാൻ നിർത്തുകയും സ്വതന്ത്രം പറഞ്ഞ് ആലയത്തിനകത്തും ചിലതൊക്കെ കയറി വരുമ്പോൾ അറിയും. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞ് ആമേൻ. 2 ദിവസം മുമ്പ് ഇട്ട ഷർട്ടും ബനിയനും ഒക്കെ ഇട്ട് അത് മാറാതെ ആ സോക്സ് ആഴ്ച മുഴുവൻ പണിക്കിട്ടത് അത് ഇട്ടേണ്ട വന്ന്. അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഇട്ട ഷർട്ട് ആരാധന കിട്ടേണ്ട വരരുത്. കാലിക്കിടക്കുന്ന സോക്സ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ, ആരാധനാലയത്തിൽ വരുമ്പോഴൊക്കെ സോക്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇന്നലെ അവിടെ ഇവിടെ ഇട്ടേണ്ട നടന്ന ഷർട്ടും പാൻറ്റും ജീൻസും ഒന്നും ഇട്ടുകൊണ്ട് ആരാധനാലയത്തിൽ വരരുത്. പ്രത്യേകിച്ചും മഴ കൊണ്ടിട്ടാണ് അത് ഇട്ടേണ്ട വരുന്നത്. അതിന് പുറത്തിട്ട് തേക്കുകയും കൂടി ചെയ്യുമ്പോൾ ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടാകും. അവൻ അടുത്തിരിക്കുന്നവൻ ആരാധിക്കുമ്പോൾ നിങ്ങളെ കണ്ട് ഭാരപ്പെടരുത്, ഇരിക്കരുത്. എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊന്നും വേറെ ഒരു ഭാഷം പറഞ്ഞു തരില്ല, ഞാനേ പറഞ്ഞു തരത്തുള്ളൂ. ആമേൻ. തലയിടുന്ന ഷോള് തലയിലോട്ട് ഇടുന്നതിന് മുമ്പ് ആമേൻ മുറിക്കകത്തോട്ട് കയറി ഫാൻ ഇട്ടിട്ട് 10 പ്രാവശ്യം തലയ്ക്ക് മീതെ കറക്കി നോക്കണം, വല്ല സ്മെല്ലും വരുന്നുണ്ടോ എന്ന്. മൂക്കടഞ്ഞിരിക്കുന്നെങ്കിൽ അടുത്ത ആളെ വിളിച്ച് അടുപ്പിച്ചിട്ട് പറയണം, ഒന്ന് കറക്കി കാണിക്കണം വല്ല സ്മെല്ലും ഉണ്ടോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ സ്ലെയിൻ ആകും. സ്വതന്ത്രം. എനിക്ക് ഭയങ്കര മെമ്മറി പവറാണ് ഈ കാര്യത്തിന്. നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഇട്ടേണ്ട വന്ന ഷർട്ട് ഏതാ, ഇന്നലെ ഇട്ടേണ്ട വന്ന ഷർട്ട് ഏതാ, ചുരിദാർ ഏതാ, അതെല്ലാം ഞാൻ പറയും. പറഞ്ഞില്ലേ? പണ്ട് ആരുടെയോ പറഞ്ഞല്ലോ, ഇത് 3 ദിവസമല്ലോ ഇടുന്ന മാറിയില്ലെന്ന് ഞാൻ ചോദിച്ചില്ലേ? അങ്ങനെയല്ല. ഇല്ലെങ്കിൽ പറയണം, മേടിച്ചു തരും. വളരെ വളരെ നമ്മൾ എവിടെ എൻ്റെ ദൈവമക്കൾ എവിടെ ചെന്നാലും അവർ പെർഫെക്റ്റ് ആയിരിക്കണം. എവിടെ ചെന്ന് കയറി നിന്നാലും അവൻ പണ്ടൊരിക്കൽ ഒരുത്തൻ എൻ്റെ വീട്ടിൽ വന്നു. അവൻ വന്ന് നേരെ ഷൂ ഒക്കെ അഴിച്ചിട്ട് കയറിയിട്ട് ആ ഫാൻ്റെ അടിയിരുന്ന് കാല് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ വിറപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നച്ചാ, ഞങ്ങളുടെ അവിടെ നിന്ന് പള്ളിത്തോട്ടിൽ നിന്ന് ഇടയ്ക്ക് ഈ എല്ല് കയറ്റിയ വണ്ടി പോകാറുണ്ട്. ആ സ്മെല്ലായിരുന്നു. ഞാൻ സത്യമായിട്ട് കുറേയൊക്കെ സഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര, ഒന്നെങ്കിൽ നീ സോക്സ് കൊണ്ട് പുറത്തുകൊണ്ട് ഇട്, അല്ലെങ്കിൽ നീ ഇറങ്ങി വീട്ടിൽ നിന്ന് പോകും. നമ്മളെ ആരും ഛെ എന്ന് പറയരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, വളരെ മാന്യമായിട്ടായിരിക്കണം ആരാധന. കുഞ്ഞുങ്ങൾ പറഞ്ഞേ, കുഞ്ഞുങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അവൻ ഒരാൾ കണ്ടാൽ, ആരാധനാലയത്തിൽ വരുന്നത് കണ്ടാൽ അറിയണം ഇവൻ ആരാധനക്കാ പോകുന്നത്. സ്വതന്ത്രം പറഞ്ഞേ. തലേ ദിവസം നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ അവൻ അലക്കി തേച്ച് അവൻ ഉള്ളത് തന്നെ ഒന്ന് ഇസ്തിരിയൊക്കെ ഇട്ട് നേരെ തൂക്കിയിട്ടേക്കണം. അവൻ സ്തോത്രം ചെയ്തേ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എവിടെന്നാ പോയത്? ഏശാവിന്റെ വസ്ത്രവും ഏശാവിന്റെ പെർഫ്യൂമും എടുത്ത് അമ്മ അടുപ്പിച്ചു. കണ്ണു കാണാത്ത അപ്പന്റെ അടുക്കൽ ഏശാവ് യാക്കോബ് വന്നപ്പോൾ യാക്കോബിനോട് ചോദിക്കുന്നു, മോനെ ഇങ്ങടുത്തു വന്നേ, എൻ്റെ മകൻ ആദ്യജാതൻ ഏശാവ് തന്നെ. പണ്ട് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ആദ്യജാതൻ ഏശാവ്. തിരുവനന്തപുരം കാരനായിരുന്നെന്ന് തോന്നണം ഇസഹാക്ക്. എൻ്റെ ആദ്യജാതൻ ഏശാവ് തന്നെ. അപ്പൊ യാക്കോബ് പറഞ്ഞു തന്നെ. ഞാൻ പറയും, യാക്കോബ് ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല.
അപ്പൻ ചോദിച്ചതിൻ്റെ കൃത്യം ആൻസർ. അപ്പൻ ചോദിച്ചതെന്നാ? ഇങ്ങ് അടുത്തു വന്നേ. അടുത്തു വന്നു. ആരടുത്ത് വന്നോന്ന് പറഞ്ഞില്ല. അടുത്തു വന്നവനോട് ചോദിച്ചു, എൻ്റെ ആദിജാതൻ ഏശാവ് തന്നെ. അപ്പം മകൻ്റെ പടി, അതെ ഏശാവ് തന്നെ, ഞാനല്ലെന്ന് പറഞ്ഞില്ല. അപ്പനങ്ങ് നീട്ടിപ്പിടിച്ചങ്ങ് മണുത്തു. എന്നിട്ട് അപ്പൻ തന്നെ ഒരു കമന്റ് പറഞ്ഞു, എൻ്റെ മകൻ ഏശാവിൻ്റെ സ്മെല്ല്. മുട്ടുമടക്കാൻ പറഞ്ഞു. വലത് കൈ വെച്ച് യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോ ഇടത് കൈയിൽ ഒരു വടി ഉണ്ടായിരുന്നു. ഏതായി വടി എന്നറിയാമോ? അബ്രഹാമിൽ നിന്നും ഇസ്ഹാക്കിൽ വന്നൊരു വടി. വലത് കൈ വെച്ച് അനുഗ്രഹിച്ച കൂട്ടത്തിൽ അറിയാതെ ജ്യേഷ്ഠാവകാശം കൈമാറിയ വടി യാക്കോബിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം പറയുന്നു, പിതാവായ ദൈവത്തിങ്കൽ നിന്ന് ഒരു അധികാരത്തിന്റെ വടി നിങ്ങളുടെ മേൽ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നു, ദൈവം കൈമാറാൻ പോകുന്നു. അവൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നു, പിടിച്ചോ കേട്ടോ. ഇന്ന് മുതൽ നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചില ഭൂതങ്ങൾ കീഴടങ്ങും. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഇന്ന് പകൽ ഇതിനകത്ത് അതിശക്തമായ ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ പോകുക. ദൈവദാസന്മാരെ, നിങ്ങൾ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകാം. നിങ്ങൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഞാൻ ചെയ്തിട്ടില്ലാത്തത്, ഞാൻ കണ്ടിട്ടില്ലാത്തത്, ഞാൻ ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്തത് നിങ്ങളിലൂടെ ചെയ്യുമെന്ന് ആത്മാവനോട് പറയാൻ പറയുന്നു. ഞാൻ പോകാത്ത രാജ്യങ്ങൾ നിങ്ങൾ പോകുമെന്ന്, ഞാൻ പോകാത്ത രാജ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ സന്ദർശിക്കുമെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അവ പ്രതികരിക്കാൻ പറ്റുമോ? പ്രതികരിക്കാൻ പറ്റുമോ? പ്രതികരിക്കാൻ പറ്റുമോ? ദൈവത്തിന് നന്ദി പറ, ദൈവത്തിന് നന്ദി പറ. അമ്മേ മക്കളെ, ഈ വടി ഉണ്ടല്ലോ, ഈ കൈ കൊണ്ട് അനുഗ്രഹിച്ചപ്പോ ഇടത് കൈയിലുള്ള വടി ആരുടെ മേൽ വന്നു? പറ. യാക്കോബിന്റെ മേൽ വടി വന്നു. തെളിവ് വേണോ? 32:10. ഉൽപ്പത്തി 32:10. വേഗം എടുത്തു, വേഗം എടുത്തു. 12 നമുക്ക് നിർത്തണം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപ്രാപ്തമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഞാൻ പോന്നപ്പോ എന്തും കൊണ്ടാ പോന്നേ? പറ. ഞാൻ പോന്നപ്പോ ഒരു വടിയും കൊണ്ടാ പോന്നെ. ഏതാ ഈ വടി എന്നറിയണ്ടേ? അപ്പനായ അബ്രഹാമിൽ നിന്നും ഇസ്ഹാക്കിന്മേൽ വന്ന ആ വാക്തത്വം എഴുതിയ വടി, കൽപ്പന എഴുതിയ വടി, അവകാശം എഴുതിയ വടി, അധികാരത്തിന്റെ ചിഹ്നമായ വടി. ചില വാക്തത്വങ്ങൾ എൻ്റെ തലമുറക്ക് വരേണ്ടത് എഴുതി വെച്ച ചില വാക്തത്വങ്ങൾ നിറഞ്ഞ, പ്രമാണങ്ങൾ നിറഞ്ഞ ആ വടി ഇപ്പൊ യാക്കോബിന്റെ കയ്യിലാണ്. അവ ഈ വടിയും കൊണ്ടാ പറഞ്ഞേ. ഇനി ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചേ, കുറച്ച് സമയം കൂടി ഉള്ളേ. നേരെ ലാബാന്റെ വീട്ടിൽ ചെന്നു. 2 പെണ്ണുങ്ങൾക്ക് വേണ്ടി 14 വർഷം. ഒരു സ്വത്രം പറഞ്ഞേ. 2 പെണ്ണുങ്ങൾക്ക് വേണ്ടി 14 വർഷം. പെണ്ണിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. ഒരു സ്വത്രം പറഞ്ഞേ. പട്ടിയെ പോലെ പണിയെടുത്തു. ഇനി അടുത്ത് കേൾക്കണോ? 14 വർഷം പണിയെടുത്തും പോരാ സഹോദരന്മാരെ, 10 പ്രാവശ്യം ശമ്പളവും പിടിച്ചു വെച്ചു. ആരാ? ലാബാൻ ആരാ? ലോകത്ത് ഇതുപോലൊരു ക്രൂരനായ അമ്മായിയപ്പൻ ഉണ്ടെങ്കിൽ ലാബാന. സഹോദരന്മാരെ, ഒന്നുമില്ലെങ്കിൽ ഓർക്കണ്ടേ, ഞാൻ ശമ്പളം കൊടുത്തില്ലെങ്കിൽ എൻ്റെ മക്കളും കൊച്ചുങ്ങളും പട്ടിണിയാകുമെന്ന്. പുള്ളി എന്നാ ചെയ്യുന്നറിയോ? 10 പ്രാവശ്യം ശമ്പളം പിടിച്ചു വെച്ചു കൊടുത്തില്ല. യാക്കോബിന് പരാതിയില്ലായിരുന്നു. എന്നാ ചെയ്യുന്നറിയോ? കേട്ടോ, യാക്കോബ് ഈ വടിയില്ലേ, ഈ വടി കൊണ്ടുവന്നിട്ട് രാത്രി ചാരി അങ്ങ് വെക്കും. ഏത് അധ്യായമാ, ഏത് റെഫറൻസ് ചോദിക്കരുത്, എൻ്റെ ഭാവനയാണ്. ഈ വടി കൊണ്ടുവന്ന് ചാരി വെക്കും. ഈ ശമ്പളം കിട്ടാത്തപ്പോഴും ഈ വടിയിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ വാക്തത്വങ്ങളും, ഞാൻ നിന്നെ തലയല്ല, ഞാൻ നിന്നെ വാലാക്കും, ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, നീ പരക്കും, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞോട്ടും നീ പരക്കും,
ഈ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടും പറഞ്ഞ സകലതും ഈ വടിക്കകത്ത് എന്തിരിക്കുക, എഴുതി വെച്ചേക്കുക. കൈകാലിയാകുമ്പോഴും ഈ വാക്തത്വം നോക്കി യാക്കോബ് പറയാൻ തുടങ്ങി, ഇതിലുണ്ട്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ അനുഗ്രഹം എൻ്റെ മേൽ വരുമെന്ന്. ഒരു സ്വതന്ത്രം പറ. ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് പറയാൻ പറ്റുമോ, എൻ്റെ കയ്യിൽ ഈ നന്മ വരുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഈ അനുഗ്രഹം വരുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശമ്പളം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ, നന്മകൾ മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ, ഇന്ന് പകൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, എത്ര നന്മകൾ എൻ്റെ മുമ്പിൽ ഒടുങ്ങിപ്പോയാലോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന വാഗ്ദത്തം പോലെ എൻ്റെ കയ്യിൽ വരേണ്ടത് എൻ്റെ കയ്യിൽ വരും, എൻ്റെ കയ്യിൽ വരും. ആമേൻ. അന്ന് രാത്രി മക്കളെ, അന്ന് രാത്രി യാക്കോബിനോട് പറഞ്ഞു, ബദാം അലരി വൃക്ഷവും രണ്ടും കൂടി എടുക്കാൻ പറഞ്ഞു. ബദാം അലരി വൃക്ഷവും കൂടി ഒരു നദിയുടെ അടുക്കലേക്ക് എല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ബദാമിന്റെ തോലങ്ങ് പൊളിക്കാൻ പറഞ്ഞു. അങ്ങനെ ബദാമിന്റെ തോല് പൊളിച്ചിട്ട് അലരി വൃക്ഷത്തിന്റെ ഇലയും ബദാം തോല് പൊളിച്ച ബദാം മരത്തും കൂടി ചേർത്തങ്ങ് വെച്ചു. ഒരാമൻ പറഞ്ഞേ, ചേർത്ത് വെച്ചു. എവിടെ? ഈ നദിക്കരയിൽ. ആടുകൾ മുഴുവൻ വെള്ളം കുടിക്കാൻ ഈ നദിക്കകത്തോട്ട് വരുമ്പോൾ, ആമേൻ, ഈ തോല് പൊളിച്ച ബദാമും അലരി വൃക്ഷത്തിലും നോക്കിക്കൊണ്ട് വെള്ളം കുടിച്ച് അവർ ചനയേറ്റു. സ്വതന്ത്രം പറഞ്ഞേ. അവിടെ ഇന്നതിങ്ങനെ ഇടപെട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നി. ഇവിടെ അലരി വൃക്ഷം ബദാമിന്റെ തോല് പൊളിച്ചത് കണ്ടിട്ട് എങ്ങനെയാ ചനയേൽക്കുന്നത്? പക്ഷെ അതല്ല ചരിത്രം. ഈ മനുഷ്യൻ ചെയ്തെന്നാന്നറിയോ? ഈ ബദാം കൊമ്പ് മുഴുവൻ തൊലി പൊളിച്ചിട്ട് തന്നോട് പറഞ്ഞ സകല വാക്തത്വങ്ങളും ആ ബദാം മരത്തിൽ എഴുതി വെച്ചു. ഒരു അല്ലലി എന്ന് പറഞ്ഞു. ആടിന് ഹീബ്രു ഒന്നും അറിയത്തില്ല. പക്ഷെ ചനയേൽക്കാൻ വന്നപ്പോ യാക്കോബ് വിശ്വാസത്താൽ എഴുതിയ വാക്തത്വം നോക്കിയ ചനയേറ്റെ. ജനിച്ചത് മുഴുവൻ വരയും 48 മണിക്കൂർ കൊണ്ട് അമ്മായിയപ്പനായ ലാബാൻ ഉള്ളതിനേക്കാൾ ഇരട്ടി യാക്കോബിന്. ഒരാമൻ പറഞ്ഞ ദൈവമക്കളെ, ഇത് ചുമ്മാ എഴുതി വെച്ചതല്ലെന്നേ, ഇത് തിരുവചനമാണെങ്കിൽ ആ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ കൂടി വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. ഇനിയാണ് സംഭവം. ഓക്കെ, കറക്റ്റ് 12 നിർത്തും. അടുത്തതാണ് ദൂത് കിടക്കുന്നത്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് നേരെ പോരുകയാ തിരിച്ച്. എവിടേക്കാന്നറിയോ? അപ്പന്റെ വീട്ടിലേക്ക്. ദൈവത്തോട് പണ്ടൊരു നേർച്ച നേർന്നിരുന്നു. എന്താ നേർച്ച എന്നറിയോ? അപ്പന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോരുമ്പോ ലൂസ് എന്ന് പറയുന്ന ഒരു പട്ടണവാതിക്കൽ വന്ന് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോ ആകാശത്തോളം എത്തുന്ന ഒരു ഗോവണി കണ്ടു. ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് അതിന്റെ മണ്ടയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിന് ബദേൽ എന്നൊക്കെ പറ പേരിട്ടു. ബിജുവാ വാക്യം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലേ? 35 അല്ലേ? വായിക്കണ്ട. ഞാനൊരു കാര്യം പറയണം. വേദപുസ്തകത്തിൽ 2 ബദേലുണ്ട്. 2 ബദേൽ. അതിൽ ഈ ബദേൽ ഏതാ നിങ്ങൾക്കറിയാമോ? ഓടിപ്പോകുന്ന പോക്കിൽ യാക്കോബ് കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ച ബദേൽ, ആമേൻ, എന്ന് പറയുന്നത് ഹോരേബിന്റെ പർവ്വതത്തിലാണ്. അതിന്റെ ആശയം എന്താണെന്നറിയോ? എഡ്സാ, ഇവന്റെ അപ്പനില്ലേ അനുഗ്രഹിച്ച് കണ്ണു കാണാൻ വയ്യാതെ അപ്പൻ ഇസ്ഹാക്ക്, അപ്പനെ അവന്റെ അപ്പൻ കയ്യും കാലും കെട്ടി യാഗം കഴിക്കാൻ കിടത്തിയ ആ പർവ്വതത്തില ഈ മകൻ വന്ന് കിടക്കുന്നേ. ദൂത് മനസ്സിലായോ? എൻ്റെ അപ്പനെ അറുക്കേണ്ട സ്ഥലത്ത് എൻ്റെ അപ്പന് വേണ്ടി ഒരു ആടിന്റെ രക്തം വീണ സ്ഥലത്താണ് ഇപ്പോ രണ്ടാമതൊരു എണ്ണയുടെ അഭിഷേകം നടക്കുന്നത്.
എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി എന്നറിയത്തില്ല. യാക്കോബേ, നീ വന്ന് കിടക്കുന്ന സ്ഥലം നിന്റെ അപ്പന് പകരം ദൈവം ഒരുക്കിയ കുഞ്ഞാടിന്റെ രക്തം വീണ ബേഥേലാണത്. ഞാനത് സ്തോത്രം നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങ് പറഞ്ഞു വിടാം. ആദ്യം എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി, അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ദൈവം ഒരുക്കിയ ആടിൻ്റെ രക്തം വീണ അതേ സ്ഥലത്ത് കൊച്ചുമകൻ വന്നിരിക്കുക. അപ്പൻ അനുഗ്രഹിക്കപ്പെടാൻ എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ നിന്ന് അനുഗ്രഹം ആരംഭിക്കാൻ ഇതാ മകൻ വന്ന് കിടക്കുക. ഇസ്ഹാക്ക് എൻ്റെ അപ്പൻ എവിടെയാണോ അനുഗ്രഹിക്കപ്പെട്ടത് അവിടെ തന്നെ യാക്കോബ് എന്ന മകനെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൻ തുടങ്ങിയിടത്തുനിന്ന് മകൻ ആരംഭിക്കുന്നു. മനസ്സിലായോ? അതല്ലേ ഇന്ന് അനുഭവിക്കുന്നേ, അല്ലേ? ലോഡ്സനൊക്കെ അനുഭവിക്കുന്ന എന്നാ? ലോഡ്സനൊക്കെ അനുഭവിക്കുന്ന ലോഡ്സനൊക്കെ ഉണ്ടാക്കിയതാണോ? തനിക്ക് താനായിട്ടൊരു പേര് ഉണ്ടാക്കിയിട്ടില്ല. അവിടെയൊക്കെ നല്ല പ്രായത്തിൽ, നല്ല ചെറുപ്രായത്തിൽ നേരെ ഇത്രയും ഫേമസ് ആയില്ലേ? അവൻ നല്ലൊരു ഏജ്, നല്ലൊരു യൗവന കാലത്ത് തന്നെ ദൈവം കേരളക്കര മുഴുവൻ അല്ല, ക്രിസ്തീയ ഗോളത്തിനകത്ത് അറിയപ്പെടുന്നവനാക്കിയില്ലേ? താൻ അതിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്നാ? ഒന്നുമില്ലെന്നേ. ക്ഷമിക്കണം. അതിനുവേണ്ടി തനിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ തന്റെ അപ്പനും അമ്മയാന്നേ. തെരുവിൽ നിന്ന് വാതോരാതെ യേശുവിനെ ഉയർത്തിയ ഒരു അപ്പനും അമ്മയും, അവൻ തെരുവാന്തരം നിന്ന് ഓരോ പട്ടണത്തിലും ഓരോ തെരുവോരങ്ങളിൽ നിന്ന് ദൈവത്തെ ഉയർത്തിയ ഒരപ്പനും അമ്മയും ഇല്ലേ? അവിടെ നിന്നാ താൻ ആരംഭിച്ചത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന മക്കളോട് പറയുന്നു, നിന്റെ അപ്പൻ ആരംഭിച്ചെടുത്തുനിന്ന് നീ ആരംഭിക്ക്. നീ പെരുവഴിയിലാവത്തില്ല. അപ്പൻ കണ്ട ദൈവത്തെ നീയും പിൻപറ്റ്. അപ്പൻ സേവിക്കുന്ന ദൈവത്തെ മക്കളെ നിങ്ങളും സേവിക്ക്. ആത്മാവ് ഞാൻ പറയുന്നു, വിട്ടുമാറരുത്. സ്തോത്രം. ആമേൻ. എൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ എൻ്റെ 2 മക്കളും ഉണ്ട്. എനിക്ക് അവരോടും കൈമാറാനുള്ള ഒരൊറ്റ ദൂതെന്നാന്നറിയാമോ? ഞാനിതൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. എൻ്റെ വീട്ടുവക സ്വത്തെന്ന് പറയാൻ 10 മക്കൾക്ക് 1 സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവന് എല്ലാവർക്കും കൂടി 10 സെൻറ്റേ ഉള്ളൂ. അപ്പനും അമ്മയും കൂടി മൊത്തം 12 പേരാ. 1 സെൻറ്റ് പോലും വെച്ച് വീതിച്ചാൽ ഇല്ലെന്നേ. വേണമെങ്കിൽ 800 സെലിൻസ് വെച്ച് അളന്നെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് കുടുംബ മഹത്വമല്ലെന്നേ, തമ്പുരാൻ മുമ്പിൽ കണ്ടുമുട്ടിയതാന്നേ, തമ്പുരാനെ സ്വീകരിച്ചതാന്നേ. പിതാക്കന്മാരെ, നമ്മുടെ തലമുറ നമ്മൾ ചെയ്തിടത്തുനിന്ന് ആരംഭിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. നമ്മുടെ കൃപയിൽ നിന്നും ആരംഭിക്കട്ടെ. സന്തോഷമാണോ? ഈ ആലയം മുഴുവൻ കത്തി നിൽക്കുന്ന സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. മോനെ, അടുത്തൊരു ദൂത് പറയാം കേട്ടോ. ആമൻ. എനിക്ക് വേണ്ടി കരുതിയ ആടിൻ്റെ രക്തം വീണെടുത്ത് ഇപ്പൊ എണ്ണ ഒഴുകി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരിക്കൽ ഈ യാഗം, ആമൻ, യാഗം കഴിച്ച ആടിൻ്റെ രക്തം വീണതിൻ്റെ പുറകെ ഒരു അഭിഷേകത്തിൻ്റെ എണ്ണയുടെ പകർച്ചയുണ്ട്. ഒരിക്കൽ രക്തമാണെങ്കിൽ പിന്നെ എണ്ണയാന്നേ. ആരംഭത്തിൽ രക്തം വീണെടുത്ത് ഒരു എണ്ണയുടെ ഒഴുക്ക്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, അവൻ 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 എവിടെയാണോ യാഗമൃഗത്തിൻ്റെ രക്തം വീണത് അവിടെ തന്നെയാണ്, അവിടെ തന്നെയാണ്, അവിടെ തന്നെയാണ്. അടച്ചു. ആരംഭത്തിൽ രക്തമാ വീണത്, പിന്നെ വീണത് രക്തമല്ല. എന്താ? എണ്ണ. രക്തം വീണെടുത്തെല്ലാം എണ്ണയുടെ ഒഴുക്കുണ്ട്. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. മക്കളെ, യാക്കോബ് തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ച് അപ്പൻ്റെ വീട്ടിലോട്ട് വരിക. എത്ര വർഷമായെന്നറിയോ? 20 വർഷം. 20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ യാബോക്കിന്റെ കടവിലെത്തിയപ്പോ യാക്കോബിന് ഒരു വെപ്രാളം. എന്താ വെപ്രാളം? 20 വർഷം മുമ്പ് ഏശാവിനെ പറ്റിച്ചിട്ട് ഓടിപ്പോയ ചേട്ടനുണ്ടവിടെ. അവിടെ ചെന്ന് അവന്റെ മുമ്പിൽ വീണ് അവൻ വില്ലാളി വീരന. ഒരു വാള് കറക്കിയാൽ ഏത് സിംഹത്തെയും വാൾമൊനയും നിർത്താൻ കഴിവുള്ളവനാ എന്റെ ചേട്ടൻ. മരണഭയം കയറിയെന്നാ ബൈബിള് പറയുന്നേ.
കുറെ ഒട്ടകത്തിനെയും പശുവിനെയും ആടിനെയും കൂടി ഗിഫ്റ്റ് കൊടുത്ത് വിട്ടു. ഏശാവോ തട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിന്നെക്കുള്ളതിനേക്കാൾ ഇരട്ടി എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. യാബോക്ക് നദി കടന്നു വേണം അപ്പുറത്തോട്ട് പോകാൻ. മക്കളെ ശ്രദ്ധിക്കണേ, കൈയും കാലും പറക്കാൻ തുടങ്ങി. യാബോക്കിന്റെ നദിക്കടവിൽ മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞു, യഹോവേ ദൈവമേ, മരണഭയം കൊണ്ട് ഞാൻ ഭയക്കുകയാണ്, ഞാൻ വിറയ്ക്കുകയാണ്. എന്റെ ജ്യേഷ്ഠനും 400 പേരും കൂടി എന്നെ പിടിക്കാൻ വരുന്നു, എനിക്ക് രക്ഷയില്ല. സന്ധ്യക്ക് മുട്ടുമടക്കിയതാ. എപ്പോ? സന്ധ്യക്ക്. ദൂതൻ ഇറങ്ങി വന്നെന്നാ പറയുന്നേ. ദൂതനെ കയറി പിടിച്ചേക്കിയ ആര്? യാക്കോബ്. ഉടനെ ചോദിച്ചു, നീ എന്തിനാ എന്നെ പിടിക്കുന്നത്? എന്നെ അനുഗ്രഹിക്കണം. നിന്റെ പേരെന്താടാ? എന്റെ പേര് യാക്കോബ്, മുതുകാല് പിടിച്ചവൻ. എന്റെ പേര് യാക്കോബ്. രാത്രി മൊത്തം പിടുത്തോ. നേരം വെളുക്കാറായപ്പോ ദൂതം പിടുത്തം വിട്ടിട്ട് പറഞ്ഞു, എടാ എന്നെ വിടടാ, എന്നെ വിടടാ. എടാ, പെണ്ണുങ്ങൾ കുളിക്കാൻ വേണ്ടി വരുന്ന സമയമായത്, തുണി അലക്കാൻ വേണ്ടി അലക്കുകാരെല്ലാം കൂടി നദിക്കരെ വരും. വിടുത്ത്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. എല്ലാവരും കൂടി ഇതേ നദിക്കരയിൽ വെള്ളം കോരാൻ വരുമ്പോ ഞാനും നീയും കൂടി മല്ല് പിടിക്കുന്ന നാട്ടുകാർ കണ്ടാൽ കേട് എനിക്കല്ല, നിനക്കാ. വിടടാ. ഈ മൽപിടുത്തത്തിന്റെ ഇടക്ക് തമ്പുരാൻ കയറി ഒരു പിടുത്തം. ആരെ? സ്റ്റഡിയായിട്ട്, എന്റെ ഭാഷ പറഞ്ഞാൽ പട്ടാളക്കാരനെ പോലെ വന്നവൻ യാചകനെ പോലെയായി. ഒരു പിടുത്തം ഉളുക്കിപ്പോയി. പിന്നെ രക്ഷപ്പെട്ടത് ആ പഴയ വടിയ. ഒരു സ്വത്രം പറഞ്ഞേ. ഉഷസാറായി, ഉഷസാറായി. തമ്പുരാൻ ചോദിച്ചു, നീ ആരെയായി പേടിക്കുന്നേ? ചേട്ടൻ ഏശാവിനെ. അവൻ ആരെ തേടിയാ വരുന്നേ? പറ, പറ, നിങ്ങൾ പറ. യാക്കോബിനെ തേടി. അവൻ വരുന്നത് യാക്കോബിനെ തേടിയല്ലേ? പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക, നിന്റെ പേരങ്ങ് മാറ്റാൻ പോവുക. മനസ്സിലായില്ലേ? യാക്കോബിനെയാണ് പിടിക്കാൻ വന്നതെങ്കിൽ ഇപ്പോൾ മുതൽ നീ യാക്കോബല്ല, ഞാൻ നിന്നെ ഇസ്രായേലാക്കിയ. എന്ന് വെച്ചാൽ അവൻ പിടിക്കാൻ വരുന്ന യാക്കോബയാണെങ്കിൽ ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലാ. നീ ദൈവത്തിന്റെ പ്രഭുവാ. ദൈവത്തിന്റെ പ്രഭുവിനെ പിടിക്കാനൊക്കത്തില്ല, ദൈവത്തിന്റെ യോദ്ധാവിനെ പിടിക്കാനൊക്കത്തില്ല. അവൻ പിടിക്കാൻ വരുന്ന യാക്കോബിനെയാണെങ്കിൽ ഇനി യാക്കോബ് ഇവിടെ ഇല്ല. യാക്കോബിനെ പിടിക്കാനാ വരുന്നതെങ്കിൽ യാക്കോബിനെ ഇനി കിട്ടത്തില്ല. യാക്കോബിന്റെ പരിപാടി കഴിഞ്ഞു, യാക്കോബിന്റെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേൽ. സ്തോത്രം. എനിക്ക് ഇതിനകത്തുനിന്ന് പറയാൻ കുറച്ച് ഉദാഹരണങ്ങളും കഥകളും ഒക്കെ ഞാനിങ്ങനെ ധ്യാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാൻ സമയമില്ല. ഞാനങ്ങ് പ്രസവവേദന അനുഭവപ്പെടുക. അതൊക്കെ നിങ്ങൾ മറക്കാതിരിക്കാൻ ചില രസകരമായ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറയാൻ സമയമില്ല. ഇപ്പോൾ ഏശാവ് പിടിക്കാൻ വന്നു, ഇപ്പൊ കൊല്ലും, ഇപ്പൊ കത്തിയേറ്റും എന്ന് പറഞ്ഞവൻ യാക്കോബിനെ കണ്ട മാത്രയിൽ കഴുത്തെ കൈയിട്ടിട്ട് ഐ ലവ് യു ബ്രദർ, അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? കഴുത്തിൽ വീണ് എത്ര ഭാഷ? 33:4. ഒന്ന് വിശാലമായിട്ടിട്ടോട്, എല്ലാരും കാണട്ടെ. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു. അവൻ എന്ത് ചെയ്തു? എന്താ കാര്യം? പുള്ളി കൊല്ലാൻ വന്ന ആരെയാ? ഇപ്പൊ ഈ ആലിംഗനം ചെയ്യുന്ന ആരെയാ? ദൈവം റൂട്ട് മാറ്റി. ദൈവം നിന്നെ മാറ്റിയാൽ ഏതാശേഷവാത്തോടെ, ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റിയാൽ, ദൈവം നിങ്ങളുടെ ആള് മാറ്റിയാൽ, ദൈവം നിങ്ങളുടെ സാഹചര്യം മാറ്റിയാൽ നിങ്ങളെ തൊടാൻ കഴിയുമോ? ദൈവം നിങ്ങളുടെ അന്തരീക്ഷം മാറ്റിയാൽ ഒരു മനുഷ്യന് നിങ്ങളെ തൊടാനൊക്കത്തില്ല. ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് നടക്കണം, ഒരു രൂപാന്തരം നടക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്നെ തേടി ഇപ്പോഴും മറ്റവും വരുന്നത് നീ ഇപ്പോഴും യാക്കോബായതുകൊണ്ടാണ്. ഒന്ന് പറഞ്ഞേ. പറഞ്ഞു എല്ലാരും പറഞ്ഞു.
എല്ലാവരും കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നേ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ഇപ്പം ഇസ്രായേൽ എന്ന് പറ. അത് ഈ കൈയടിക്കുന്നെങ്കിലും പാട്ട് പാടുന്നെങ്കിലും പലരും ഇപ്പൊ ആരാ? യാക്കോബ് ആയിരിക്കുന്നിടത്തോളം കാലം ഏശാവ് വരും കൊങ്ങാക്ക് പിടിക്കാൻ. ഏശാവ് മാറി ആരാകണം? ഒന്നിട്ടേ മോനെ, ഒന്ന് ഇട്ടടാ മെൽബിനെ, ഒന്നിട്ടേ മോനെ. ആലിംഗനം ചെയ്തു. അവൻ കഴുത്ത് വീണു, അവനെ ചുംബിച്ചു. രണ്ടുപേരും എന്ത് ചെയ്തു? നിങ്ങൾ ആ സീനെന്ന് ഭാവനെ കണ്ട് ഉറക്കത്തിൽ പുള്ളി ഞെട്ടിയായിരുന്നു ഇന്നലെ വരെ. എവിടെ കൂടിയാണ് അവൻ കത്തിയേറ്റത്? റാഹേലൊക്കെ ഞെട്ടി. എന്താച്ചാ ഇവിടെ കൂടി ഒരു കടാറ് കയറി, ഇപ്പുറത്തുകൂടി ഒരു വടിവാള് കയറി. ആര് കയറ്റി? ഏശാവ്. ആഹാരം കഴിച്ചിട്ട് 10-30 ദിവസമായി. കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരഞ്ഞു. 5-ാമത്തെ വാക്യം. പിന്നെ അവർ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ. ഒരു പഞ്ചായത്ത് മൊത്തമുണ്ട്. സത്യമായിട്ട് ഒരു വടിയും കൊണ്ട് പോയതാ. ഒരു ഡിസ്ട്രിക്ട് മൊത്തമാണ് വന്നിരിക്കുന്നത്. അത്രയും ഉണ്ട്. പറഞ്ഞു വായിച്ചോ. ഞാൻ എൻ്റെ ഇത് വായിച്ചപ്പോൾ കണ്ട എന്നാന്നറിയോ? എല്ലാവരും പാറയുടെ ഇടയിലേക്ക് പോയി. കാരണം യാക്കോബ് അങ്ങനെ പറഞ്ഞേക്കേ, ലേയ നീയും 10 മക്കളും കൊണ്ട് ആ പാറ ഒളിച്ചോ. വെട്ടുകൊണ്ട് വീണെന്ന് കണ്ടാൽ പുറത്തു വരരുത്. പുള്ളിക്കായി തന്നാൽ ഓടി വരണം. കെട്ടിപ്പിടിച്ചത് എല്ലാവരും വന്നു. എല്ലാ ഗുഹയിൽ നിന്നും വന്നു. കൂട്ടാലിംഗനം. എന്താ കാര്യം പറ? ആരോടോ അവസാനിപ്പിക്കുന്ന ഒരു ദൂത് പറയാൻ പറയുന്നു. ഉഷസായപ്പോ ദൂതം പറയുക, എന്നെ വിട്. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തെ പിടിച്ചു വെച്ചേക്കുക. പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തെ പിടിച്ചു വെച്ചേക്കുക. ഇപ്പൊ ദൈവം പറയും, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. സ്വത്രം. നമ്മൾ വായിച്ച വാക്യമല്ലേ? വാക്യം വിട്ട മോനെ. 11:21. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വാക്യം എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തോ. ഇപ്പോ ജോസഫ് എന്ന് പറയുന്ന മന്ത്രി മുഖാന്തരം ഇവരെല്ലാം മിസ്രയീമിലെത്തി. ജോസഫിന് തൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണം. ആരെ അനുഗ്രഹിക്കണം? മക്കളെ അനുഗ്രഹിക്കണം. മക്കളുടെ പേരെന്നാ? മനശ്ശെയും. പക്ഷെ ജോസഫിനെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയോ? ജോസഫിന്റെ വീട്ടിൽ 2 ആരാധനയാണ്. ഒരു ദൂത് കയറി വരുന്നുണ്ടല്ലോ. ജോസഫിന്റെ വീട്ടിൽ രണ്ട് പ്രാർത്ഥന മുറിയാണ്. ജോസഫിൻ്റെ ഒരു പ്രാർത്ഥന മുറി, ജോസഫിന്റെ ഭാര്യക്ക്. എന്ന് അങ്ങനെ പറഞ്ഞു. ജോസഫിന്റെ ഭാര്യ ആരാ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറക്കി പറ. എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ ഉറക്കി ചീത്ത വിളി. ആസായി പോയെന്നാ. അവൾ ഏത് നാട്ടുകാരിയാ? പോത്തിഫറിന്റെ അല്ലേ മകളാ. അവൾ മിസ്രയീമികാരിയാ. മിസ്രയീമിലുള്ളവർക്ക് എല്ലാം ദൈവ. ഈച്ച ദൈവം, സ്തോത്രം, പേന് ദൈവം, മണ്ണ് ദൈവം, നൈൽനദി ദൈവം. ദൈവങ്ങളുടെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്നവരാ ആര്? അപ്പൊ അമ്മ ഇതിനെ ആരാധിക്കുന്നു, അപ്പൻ. അപ്പൊ മക്കൾ രണ്ടിന്റെയും നടുക്ക് നിൽക്കുക. ഏത് ദൈവത്തെ ആരാധിക്കണമെന്നറിയില്ല. ഒരല്ലിൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മ വേറെ അപ്പം വേറെ. അങ്ങനെയല്ല, ഒരുമിച്ചിരുന്ന പ്രാർത്ഥന. 90 വയസ്സ് കഴിഞ്ഞാലും ഒരു കട്ടിലേക്ക് കിടക്കണം. മെസ്സേജ് വരട്ടെ. അടുത്തിരിക്കുന്ന 90 കഴിഞ്ഞാലും ഒരു കട്ടിലേക്ക് കിടക്കണം. അമ്മ പൊക്കത്തും നിലയിലും അപ്പച്ചൻ താഴെ നിലയിലും അല്ല.
രണ്ടുപേരും ഒരു മുറിയിൽ ഒറ്റക്കട്ടില്ല. ഒന്ന് പറഞ്ഞു. നിങ്ങൾ ചിരിക്കാതെ കാര്യം പറയുന്നേ. പറ കാര്യം കൂടെ സജീഷേ പറ. എത്ര വലുതായാലും ഒരുമിച്ച് കിടക്കണം. എൻ്റെ അപ്പച്ചൻ മരിക്കുന്ന 88-ാമത്തെ വയസ്സിലാണ്. മരണം വരെ രണ്ടുപേരും കൂടി ഒറ്റക്കട്ടില്ലായിരുന്നു. ഞാനും തീരുമാനം എടുത്തു, അന്ധവിശ്വാസം വലിക്കുന്ന ഒറ്റക്കട്ടിലേ കിടക്കണം. നിന്റെ കൊച്ച് അയർലൻഡിലും UK-ലും പോകുമ്പോൾ അതിൽ 2 കൊണ്ടുവന്ന് നിൻ്റെയിൽ ഏൽപ്പിച്ചിട്ട് ഇതിനെയും കൊണ്ട് ജീവിച്ചോ എന്ന് പറയുമ്പോൾ നീ ആ കൊച്ചുങ്ങളെ കൊണ്ട് ഒരു ബെഡ്റൂമിൽ കിടത്തിട്ട് ആ മനുഷ്യനെ കൊണ്ട് വേറെ മുറി കിടത്തരുത്. പറഞ്ഞു കേട്ടോ? മരണം വരെ ഒരുമിച്ച് കിടക്കണം. കൂർക്കം വലി കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കെട്ട് പഞ്ഞി മേടിച്ച് ചെവിയിലങ്ങ് തള്ളി കയറ്റി വെച്ചേക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഉണ്ടോ? പിടുത്തം കിട്ടിയോ? ഉണ്ടെങ്കിൽ രാമേൻ പറ. ദേവാസന്മാരെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സ്വോത്രം പറ. ഒരു മുറിയിലായിരിക്കണം, ഒറ്റ മുറിയിലായിരിക്കണം. മകളുടെ കുഞ്ഞുങ്ങളും UK-ന്നും അയർലൻഡിൽ നിന്നും ഒക്കെ വന്ന പിള്ളേരുണ്ടെങ്കിൽ അതിനൊക്കെ തൊട്ടികെട്ടി വേറെ റൂമിൽ കിടത്തിയേക്കണം. അതുമല്ലെങ്കിൽ വല്ല മഠത്തിലും കൊണ്ട് ആക്കിയേക്കണം. സ്വോത്രം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചനോട് പറഞ്ഞതാ, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ 38 വർഷമായെന്ന്. ഞാൻ പറഞ്ഞു അപ്പച്ച അപ്പം എപ്പോൾ ഞങ്ങളൊരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂത്തമകൻ ജോസിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അവള് കൊച്ചുങ്ങളുടെ കൂടെയാണ്. നമ്മൾ പോയി ചാകപ്പച്ച എന്തിനാ ജീവിക്കുന്നത്? പോയി കെട്ടിത്തൂങ്ങി ചാക എന്തിന് ജീവിക്കണം? എന്നിട്ട് ഇപ്പുറത്തെ മുറി കിടന്നൊരു വിളി, അറിയാമോ ശരി കാപ്പി തരുവോ? അവിടെ കടമൻ തരാം. ഈ നാണം കെട്ട ജീവിതത്തിന് എന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവസാനം വരെ ഞാൻ ആ കട്ടിലെ സൈഡിലുണ്ടാവും. പോകത്തൊന്നും വിചാരിക്കണ്ട, പോകത്തില്ല, സമ്മതിക്കത്തില്ല. ഒരല്ലലും എന്ന് പറഞ്ഞു ഇടക്കെന്തലക്ക് ഒമ്മാര് കളിച്ച് രണ്ടുപേരും കൂടി പതുക്കെ മമ്മി എന്നൊക്കെ വിളിച്ച് കട്ടൻ്റെ അടുത്തിരിക്കും. ഞാൻ പറഞ്ഞു പോയെന്നിട്ട് പോയി അപ്പുറത്ത് പോയി കട. ഇടയ്ക്ക് ലസിൽ വന്ന ഇങ്ങനെ ഒരല്പം ന്യൂട്രൊക്കെ അടിച്ച് ആ കട്ടിലെ സൈഡിൽ വന്ന് കിടക്കണ കാണാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, പോയെന്നിട്ട് ഇതെനിക്ക് മാത്രം റിസീവ് ചെയ്തേക്കുക, ഞാൻ ബുക്ക് ചെയ്തേക്കുക. സ്വോത്രം പറഞ്ഞു. ആമേൻ. ഇത് ചെയ്യണം കേട്ടോ. ഞാനിത് തമാശയുടെ പറയല്ല, ചെയ്യണം. അടുത്തിരിക്കുന്നതാണ് കൈ കൊടുത്ത് പറയാം, ചെയ്യണം. ഇത് യൂട്യൂബിൽ കിടക്കും. ഇന്നത്തെ ഡേറ്റ് സഹിതം കുറിച്ചിട്ടേക്കണം. ചെയ്യണം. ഇന്ന് തന്നെ കട്ടിൽ വലിച്ചുകൊണ്ട് ഇടണം. ഇനി ഭർത്താവ് പൊക്കത്തും അസ്ഥിക്ക് വേദനയുള്ള നടുവേദനയുള്ള അമ്മച്ചിയെ പിടിച്ച് താഴെയും കിടത്തരുത്. രണ്ടുപേരും കൂടി മേലെ കയറി കിടക്കണം. അവിടെ സ്വോത്രം പറഞ്ഞു. ഫാനിൻ്റെ അടിയിൽ അമ്മാമ്മ കയറി കിടന്നിട്ട് അച്ചാനെ കൊണ്ട് ആ ചൂടി കൊണ്ട് ഇടരുത്. ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഫാനിൻ്റെ അടിയിൽ അവർ കിടക്കും. നമ്മളെ കൊണ്ടുപോയോ? നമ്മളെ കൊണ്ട് ഇടുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് നീങ്ങിക്കട മനുഷ്യ. നമ്മൾ ആ മൂലക്ക് ചൂടത്ത് കിടന്ന് ഉരുകി. എൻ്റെ അനുഭവം ഞാനീ പറയുന്നത്. അവക്കെന്നും ചൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്യും, ഒരു ഫാൻ എടുത്ത് നിന്റെ ഈ സോളറെ ഫിറ്റ് ചെയ്യും. അപ്പം അതും കൊണ്ട് നടക്കാമല്ലോ. ഞാനൊന്നിലും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ നേരത്തെ പോയി അവിടെ പോയി കിടക്കും. മാറിക്കൊടുക്കരുത്, ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നിങ്ങളോടല്ല, ഞങ്ങളോടാണ്. നിങ്ങളോട് ചുമ്മാ ഇരുന്നാൽ മതി, നിങ്ങൾ കേട്ടാൽ മാത്രം മതി. ആമേ. ഓക്കെ. അപ്പോൾ യേശാവിൻ്റെ ഈ ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ അവസാനത്തെ ഒരാളെ കണ്ടുപിടിച്ചു. ആരാ മക്കളെ? യാക്കോബ്. 2 മക്കളൊന്നിങ്ങ് വന്നേ. 2 കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നേ. വേഗം പാടാ, പാടാ മക്കളെ. ഇവന്റെ പാൻറ് ഇപ്പൊ ഇറക്കം വന്നിട്ടുണ്ടല്ലേ?
പണ്ട് ഞാനിവിടെ ഇവനെ കയറ്റുമ്പോൾ പാൻറ്റിന് ഇറക്കമില്ലായിരുന്നു, ഇച്ചിരി കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനെ നിന്നോ. ഈ മക്കളെ രണ്ടുപേരെയും ജോസഫ് കൊണ്ടുവന്ന് അപ്പൻ്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പോയി, അപ്പാ ഇവരെന്ത് ചെയ്യണം? പറ. അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന സീനൊന്നും നിങ്ങൾ നോക്കിയേക്കണം. ഈ അപ്പൻ അനുഗ്രഹിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൻ അനുഗ്രഹിക്കാൻ നേരത്ത് എങ്ങനെയാ കൈവെക്കണ്ടേ? ഇത് മൂത്തവനാ, ഇത് ഇളവനാ. കൈ ഇങ്ങനെയല്ല വെക്കണ്ടേ. ഈ അപ്പൻ ഇങ്ങനെ കൈവെക്കാൻ വേണ്ടി കൈ ഉയർത്തി വന്നപ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കൈ അങ്ങ് മാറ്റി. എന്നിട്ട് കൈ ഇങ്ങനെ പിണച്ചു വെച്ചു. വലത് കൈ ഇളയവന്റെ മേലും ഇടത് കൈ മൂത്തവന്റെ മേലും വന്നു. ജോസഫ് ഈ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ അപ്പന് തെറ്റുപറ്റി, ഇതാ മൂത്തവൻ, ഇതാണ്. യാക്കോബ് പറഞ്ഞു, മക്കളെ തെറ്റിയിട്ടില്ല, ഇത് കൃത്യമാ, ഇതിങ്ങനെയാ. എന്താ ഈ ദൂത്? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹം നിന്റെ ശിരസിന്റെ മേൽ ഈ 14-ാമത്തെ ദിവസം ദൈവം നിന്റെ മേൽ പകരും. വിശ്വസിക്കുന്നവർ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതെന്തോ നിന്റെ ശിരസിന്റെ മേൽ വരും. പ്രതീക്ഷിക്കുന്നവർക്ക് ലഭിക്കാത്തത്, പ്രതീക്ഷിക്കുന്നവർക്ക് കിട്ടാത്തത്. ജൈൻ ബ്രദറെ, ഇതൊരു ദൂതാണ് കേട്ടോ, ഏറ്റെടുത്തോ. നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ മേൽ ദൈവം പകരും. യെസ്, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ ഇന്നലെ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ പ്രതീക്ഷിച്ചത് വേറെ ആൾക്കാ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം നിന്റെ ശിരസിന്റെ മേൽ ഇന്ന് പക ദൈവം വെക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആരാധിക്ക്, വിശ്വസിക്കുന്നവർ ഏറ്റെടു. അപ്പോ അപ്പന് തെറ്റുപറ്റി. യാക്കോബിന് മറുപടി, മക്കളെ എനിക്ക് തെറ്റിയിട്ടില്ല, ഇതിങ്ങനെ തന്നെയാ. അതല്ലേ കുറിവാക്യം, അതല്ലേ കുറിവാക്യം. ആ വടിയിൽ ചാരി നിന്ന്, വടിയുടെ എവിടെ? അറ്റത്ത് ചാരി നിന്ന്. ആ വാക്യം നോക്കിക്കേ. വടിയുടെ അറ്റത്ത് ചാരി നിന്ന് മക്കളെ അനുഗ്രഹിച്ചു. കൈ എങ്ങനെയാ വെച്ചത്? എല്ലാരും ഒന്ന് വെച്ചേ, ഇങ്ങനെ വെച്ചേ. ക്രോസ്. ഇതൊരു വെളിപ്പാടാ, ഇതൊരു വെളിപ്പാടാ. എന്തിന്റെ വെളിപ്പാടെന്നറിയാമോ? കാൽവരി ക്രൂസിന്റെ വെളിപ്പാട്. പ്രതീക്ഷിക്കാത്ത ചിലതിലേക്ക് അനുഗ്രഹം കൈമാറുന്നത് ആ ക്രൂസിലൂടെയാണ്, ആ ക്രൂസിലൂടെയാണ്. നീ തലമുറ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ കൈമാറുന്നത് യേശുവിന്റെ ക്രൂസിലൂടെയാണ്. ആ ക്രൂസിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം, ആ ക്രൂസിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം യഹൂദന്റെ മേൽ വരേണ്ട ആ നന്മയുണ്ടല്ലോ, ആമേൻ, മൂത്തവന്റെ മേൽ വരേണ്ട ആ നന്മയുണ്ടല്ലോ, ഇളയവന്റെ മേൽ വന്നത് പോലെ ആ ക്രോസിൽ ഒരു അനുഗ്രഹം വെളിപ്പെട്ടു വന്നു. ഓ യാക്കോബേ, അങ്ങെന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ ചെയ്യുന്നതേ ഒരു വെളിപ്പാടാ. ഏതിന്റെ വെളിപ്പാട്? ഗൊൽഗോത്ത മലയിൽ കാൽവരി ക്രൂസിലെ ആ ക്രോസിന്റെ വെളിപ്പാട്. ഗോൽഗോത്ത, അതിന്റെ അർത്ഥം കേൾക്കണോ? തലയോടിടം. യഥാർത്ഥ ഭാഷ ഗോലിയാത്തിന്റെ തലവീണ ഇടം. യേശുവിന്റെ ഗൊൽഗോത്ത മല ഏതാണെന്നറിയാമോ? ഏലാം താഴ്വരയിൽ അഭിഷേകത്തോടെ ഒരു കല്ലെറിഞ്ഞ് താഴെ വീണ് ദാവീദിന്റെ തലവെട്ടി ആ തലയെറിഞ്ഞൊരു മലയുണ്ടല്ലോ, ആ മലയുടെ പേരാ ഗൊൽഗോത്ത. ഗോലിയാത്തിന്റെ തല വീണയിടം. അവിടെയാ എൻ്റെ യേശു പിശാചിന്റെ തലയെ തകർത്തത്. മതി. യേശുവിൻ്റെ ക്രൂശിൽ ഒരെഴുത്ത് പീലാത്തോസ് എഴുതിയതാ. നസ്രത്തുകാരനായ യേശു. യഹൂദന്മാരുടെ ഭയങ്കര പ്രശ്നമായി. മായ്ക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീലാത്തോസിനെ. ഈ മനുഷ്യൻ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, എഴുതി.
എന്താ എഴുതിയെന്നറിയോ? തലയുടെ പക്കത്ത് ഇവൻ നസ്രത്തിലെ തച്ചന്റെ മകൻ. അതിന്റെ ഹീബ്രു, അരാമിക്, ഗ്രീക്ക് ഭാഷ എന്ന് വെച്ചാൽ ലോക്കൽ ഭാഷയും നമ്മുടെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഇങ്ങനെ പോലെ 3 ഭാഷകളിൽ എഴുതി. എന്തിനാ ഈ തലയെഴുത്തെന്നാണ്? യാഗം കഴിക്കാൻ പോകുന്ന കുഞ്ഞാടിന്റെ കഴുത്തെ ഒരു ചീട്ട് കെട്ടി എഴുതിയിടും, ഇവൻ പാപപരിഹാരത്തിനുള്ള അറുക്കപ്പെടാനുള്ള കുഞ്ഞാട്. ഈ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് എന്നാന്നറിയാമോ? ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിച്ചേ, ആ വടിയെ ചാരി നിന്ന്, വടിയുടെ അറ്റത്ത് ചാരി നിന്ന് യാക്കോബ് അനുഗ്രഹിച്ചില്ലേ? അതൊരു വെളിപ്പാടാ. ആ ക്രൂസിന്റെ മണ്ടേ തൂങ്ങിക്കിടന്ന് ലോക ജനതയെ മുഴുവൻ അനുഗ്രഹിച്ച ക്രിസ്തുവിന്റെ ക്രൂസിന്റെ വെളിപ്പാട്. സ്വതന്ത്രം 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 സ്വതന്ത്രം. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? തീരുന്നില്ല. ഇനിയും നിങ്ങൾക്ക് ചിന്തിക്കാം. ഇനിയും വടിയുടെ ചരിത്രവും അതിൽ വെളിപ്പെട്ട നന്മകളും ഒരുപാട് പറയാം. ആ ക്രൂസാണ് നമ്മുടെ അനുഗ്രഹം. യാക്കോബിന് വാഗ്ദത്തം കൈമാറിയത് ആ വടിയിലൂടെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം കൈമാറി കിട്ടിയത് ആ മരക്കുരിശിൽ നിന്നാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.